ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ 2025 കീം എക്സാമിനേഷനിൽ വന്ന മാത്സിൻ്റെ 75 ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം കീം എക്സാം എന്ന് പറഞ്ഞാൽ ഓൺലൈൻ സെഷൻസ് ആണ്. അപ്പോൾ കഴിഞ്ഞ വർഷം വന്ന ഒരു ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സൊല്യൂഷൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ കീം എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൊത്തം നമുക്കവിടെ 150 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിൻ്റെ അകത്ത് 75 ക്വസ്റ്റ്യൻസ് മാത്സ് ആണ്, ദെൻ 45 ക്വസ്റ്റ്യൻസ് ഫിസിക്സ് ആണ്, ദെൻ 30 ക്വസ്റ്റ്യൻസ് കെമിസ്ട്രി ആണ്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള 75 ക്വസ്റ്റ്യൻസ് മാത്സിൻ്റെ സൊല്യൂഷൻസ് ആണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് ABC എന്ന് പറഞ്ഞ 3 ഫൈനൈറ്റ് സെറ്റുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ N of A ക്രോസ് B എന്ന് പറഞ്ഞാൽ 160 ആണെന്നും N of B ക്രോസ് A എന്ന് പറഞ്ഞാൽ 80 ആണെന്നും N of C ക്രോസ് A എന്ന് പറയുന്നത് 200 ആണ് എന്നുമാണ് തന്നിരിക്കുക. എങ്കിൽ N of A എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കുക, നമുക്കറിയാം N of A ക്രോസ് B എന്ന് പറഞ്ഞാൽ അതാരായിരിക്കണം? അത് N of A ഇൻറ്റു N of B ആണല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കവിടെ 160 എന്ന് എഴുതാനായിട്ട് പറ്റി. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ N of B എഴുതി വെക്കുകയാണെങ്കിൽ N of B എന്ന് പറയുന്നത് ആരായി? ദാറ്റ് ഈസ് ഈക്വൽ ടു 160 ഡിവൈഡഡ് ബൈ N of A ആണ് എന്ന് പറയാനായിട്ട് പറ്റും. ദെൻ നോക്കുക, N of B ക്രോസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് 80 എന്നാണ് തന്നിരിക്കുക അല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? N of B ഇൻറ്റു N of C അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു അവിടെ 80 എന്നാണ് കിട്ടിയിരിക്കുക. അങ്ങനെയാണെങ്കിൽ N of C എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 80 ഡിവൈഡ് ബൈ N of B എന്ന് എഴുതാം. എനിവേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരാ? നമുക്ക് കണ്ടുപിടിക്കുക N of A ആണ്. അതുകൊണ്ട് ഇവിടെ ഞാൻ കൊണ്ടുപോയിട്ട് N of Bക്ക് പകരം ആരെന്ന് എഴുതുകയാണ്? 160 ഡിവൈഡ് ബൈ N of A എന്ന് എഴുതുകയാണ്. നോക്കുക, നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു N of B എന്ന് പറഞ്ഞാൽ 160 ഡിവൈഡ് ബൈ N of A ആയിരുന്നു. അതുകൊണ്ടാണ് N of Bക്ക് പകരം 160 ഡിവൈഡ് ബൈ N of A എന്ന് എഴുതിയത്. അങ്ങനെ വന്നപ്പോഴും സംഭവിച്ചു, N of A ന്യൂമറേറ്ററിലോട്ട് വന്നു, ഡിവൈഡഡ് ബൈ നമുക്ക് എവിടെയുണ്ട് 160 ഇവിടെ ഉണ്ടായിരുന്നു. ദെൻ ന്യൂമറേറ്ററിൽ നമുക്കവിടെ 80 ഓൾറെഡി ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ 80യും 160യും കട്ട് ചെയ്താൽ 2 എന്ന് കിട്ടി. എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ഈക്വൽ ടു N of A ഡിവൈഡ് ബൈ 2 എന്നാണ് കിട്ടുക. അപ്പോൾ നോക്കുക, N of C എന്ന് പറയുന്നത് N of A ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടി. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്തത്? നമ്മളവിടെ N of B ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് കണ്ടുപിടിച്ചത്. ദെൻ ഫൈനലി നോക്കുക, N of C ക്രോസ് എന്ന് പറഞ്ഞാൽ 200 ആണ് എന്നാണ് പറഞ്ഞിരിക്കുക അല്ലേ. എന്ന് പറഞ്ഞാൽ N of C ഇൻറ്റു N of A എന്ന് പറയുന്നതാണ് എന്തായിട്ട് 200 ആയിട്ട് തന്നിരിക്കുക. അവിടെ നമുക്ക് N of C ഇപ്പോൾ എഴുതി വെച്ചു, ആരായിരുന്നു? അത് N of A ബൈ 2 ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഇവിടെ N of A ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു N of A എന്ന് പറയുന്നതാണ് ആരായിട്ട് കിട്ടിയത്? നമുക്കവിടെ 200 എന്ന് കിട്ടിയത്. എന്ന് പറഞ്ഞാൽ N of A ഇൻറ്റു N of A അല്ലേ. എന്ന് പറഞ്ഞാൽ N of Aയുടെ സ്ക്വയർ ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 200 ഇൻറ്റു 2, അഥവാ നമുക്കവിടെ 400 എന്ന് കിട്ടിയത്. സോ N of Aയുടെ സ്ക്വയർ എന്തായി? അത് 400 ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കവിടെ എന്നും N of A എഴുതുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 400 എഴുതിയാൽ മതിയായിരുന്നു. എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ 20 എന്നാണ് കിട്ടുക. എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഇ ആണ് ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇവിടെ നമുക്ക് ഒരു ഫംഗ്ഷൻ തന്നിട്ട് അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ്റെ വാല്യൂ 5 ആകുമ്പോഴത്തെ വാല്യൂ ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കുന്നത്. എന്ന് പറഞ്ഞാൽ f of x 5 ആകുമ്പോൾ വാട്ട് ഈസ് എക്സ് എന്നാണ് ചോദിച്ചിരിക്കുക. നോക്കുക, അവിടെ എക്സ് സ്ക്വയർ മൈനസ് 10x മൈനസ് 19 എന്താകണം? അത് 5 ആകണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് 10x മൈനസ് 24 എന്താകണം? ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്നാകണം. നോക്കുക, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. അതിനെ സോൾവ് ചെയ്തിട്ട് എക്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്പേഴ്സ് നോക്കുമ്പോൾ പ്രൊഡക്റ്റ് മൈനസ് 24 വരണം, സം എന്ന് പറഞ്ഞാൽ മൈനസ് 10 വരണം. എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് ആരൊക്കെയാ? അയാൾ അവിടെ മൈനസ് 12ഉം പിന്നെ ആരാ? +2 ആണല്ലേ. എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ എക്സ് മൈനസ് 12 ഇൻറ്റു എക്സ് പ്ലസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാനായിട്ട് പറ്റി. എന്ന് പറഞ്ഞാൽ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് അവിടെ 12 എന്ന് കിട്ടും. ദെൻ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 2 എന്നുമാണ് കിട്ടുന്നത്. അപ്പോൾ അവിടെ സെറ്റ് ആയിട്ട് തന്നിട്ടുണ്ട് അല്ലേ, 12ഉം ദെൻ മൈനസ് 2 ആണ് നമുക്ക് അവിടെ എലമെന്റ്സ് ആയിട്ട് കിട്ടിയത്. എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ് ഈ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് f of x എന്ന് പറഞ്ഞാൽ cos x എന്നാണ് പറഞ്ഞിരിക്കുക. അതിനുശേഷം നമുക്ക് ഹാഫ് ഓഫ് f of x പ്ലസ് വൈ പ്ലസ് f of y മൈനസ് എക്സ് ദെൻ മൈനസ് f of x f of y എന്നാണ്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? ആദ്യം പോയിട്ട് f of x എന്ന് എഴുതാം അല്ലേ. f of x എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ദാറ്റ് ഈസ് ഈക്വൽ ടു cos x എന്നായിരുന്നു. ദെൻ f of y എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? എക്സിന് പകരം y കൊടുക്കണം അല്ലേ. അപ്പോൾ എന്ത് കിട്ടി? അവിടെ cos y എന്ന് കിട്ടി. ദെൻ നോക്കുമ്പോൾ f of x പ്ലസ് വൈ അല്ലേ. f of x പ്ലസ് വൈ എന്ന് പറഞ്ഞപ്പോൾ ആരായിരിക്കും? അത് cos of x പ്ലസ് വൈ ആണ്. ദെൻ f of y മൈനസ് എക്സ് അല്ലേ. f of y മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു cos of y മൈനസ് എക്സ് എന്ന് വന്നു.
ദാറ്റ് ഈസ് ഈക്വൽ ടു എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം കോസ് ഓഫ് വൈ മൈനസ് എക്സിനെ കോസ് ഓഫ് എക്സ് മൈനസ് വൈ എന്നും വേണമെങ്കിൽ എഴുതാനായിട്ട് പറ്റും. കാരണം എന്താ കോസ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് ആരാണ്? അത് കോസ് എക്സ് തന്നെയാണ് അല്ലേ. അപ്പോൾ അകത്ത് ഞാൻ മാറ്റി മൈനസ് പുറത്തെടുത്താലും എനിക്ക് എന്ത് ചെയ്യാം അയാളെ തിരിച്ച് ഇങ്ങനെ തന്നെ എഴുതാനായിട്ട് പറ്റി. ഞാൻ അങ്ങനെ എക്സ് മൈനസ് വൈ എന്ന് എഴുതിയെന്ന് മാത്രം. ഇനി നോക്കാം, നമുക്ക് അവിടെ ഹാഫ് ഓഫ് ആര് വേണം? ഹാഫ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് വൈ ദെൻ പ്ലസ് എഫ് ഓഫ് വൈ മൈനസ് എക്സ് കിട്ടണമായിരുന്നു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മളിവിടെ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കാം. ഹാഫ് ഉണ്ട്. അപ്പോൾ നോക്കുക, ഈ ഹാഫ് എന്ന് പറയുന്നത് ഇവിടെയാണല്ലേ എന്ന് പറഞ്ഞ് ഈ ടൈമിൽ ഹാഫ് അവിടെ വന്നിട്ടില്ല, ബാക്കിയുള്ള 2 ടൈമിലാണ് അവിടെ ഹാഫ് ഉള്ളത്. സോ ഹാഫ് ഓഫ് ഇവിടെ കൊണ്ടുപോയിട്ട് എഴുതുമ്പോൾ കോസ് ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് ദെൻ കോസ് ഓഫ് എക്സ് മൈനസ് വൈ എന്നാണ് കിട്ടുക അല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് നോക്കുക കോസ് ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് കോസ് ഓഫ് എക്സ് മൈനസ് വൈ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അതാരാണ്? അത് 2 ടൈംസ് കോസ് എക്സ് ദെൻ കോസ് വൈ എന്നാണ്. അപ്പോൾ നമുക്ക് അവിടെ എഴുതുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ടൈംസ് കോസ് എക്സ് ദെൻ കോസ് വൈ എന്ന് വന്നു. നോക്കുക 2 2 കട്ടായി. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് കിട്ടിയേക്കണേ? കോസ് എക്സ് കോസ് വൈ എന്നാണ് കിട്ടിയത്. അപ്പോൾ നോക്കുക, ഞാനിവിടെ കണ്ടുപിടിച്ചത് ഹാഫ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് എഫ് ഓഫ് വൈ മൈനസ് എക്സ് ആയിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയത് ആരാണ്? കോസ് എക്സ് കോസ് വൈ എന്നാണ്. ഇനി അതിൽ നിന്ന് ഞാൻ ആരെ കുറയ്ക്കണം? എഫ് ഓഫ് എക്സ് എഫ് ഓഫ് വൈ കുറയ്ക്കണം. ഇവിടെ എഫ് ഓഫ് എക്സ് എഫ് ഓഫ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക, എഫ് ഓഫ് എക്സും എഫ് ഓഫ് വൈ നമ്മുടെ കയ്യിലുണ്ട്. ഇനി നമ്മൾ എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? അത് തമ്മിലൊരു പ്രൊഡക്റ്റ് ആണ് കാണണ്ടല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ആരായിരുന്നു? അത് കോസ് എക്സ് ഇൻറ്റു ദെൻ കോസ് വൈ ആയിരുന്നു അല്ലേ. അപ്പോൾ നോക്കാം, നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇവിടെ എന്ത് തന്നെയാണ്? കോസ് എക്സ് ഇൻറ്റു കോസ് വൈ ആണ്. ഇവിടെ ഈ ടൈം എഴുതുമ്പോഴും അതും എന്ത് തന്നെയാണ്? അതും കോസ് എക്സ് കോസ് വൈ ആണ് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് കോസ് വൈ എന്നാണ് എഴുതേണ്ടത്. എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ 0 എന്നാണ് ആൻസർ കിട്ടുക. ഓപ്ഷൻ ഇ ആണ് ഇവിടെ 3ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ. 4ാമത്തെ ക്വസ്റ്റ്യൻ, ഇവിടെ നമുക്ക് എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്, ജി ഓഫ് എക്സ് തന്നിട്ടുണ്ട് അല്ലേ. എന്നിട്ട് എന്താ? ഡൊമൈൻ ഓഫ് ജി ഓഫ് എഫ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ജി ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ ആരാണ്? അത് ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ് അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ജി ഓഫ് ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? അത് ലോഗ് എക്സ് ടു ദ ബേസ് 5 ആണ്. ഇനി നോക്കുക, ഇനി ജി ഓഫ് എക്സിൽ നമുക്ക് എക്സിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? അവിടെ കൊണ്ടുപോയിട്ട് ലോഗ് എക്സ് ടു ദ ബേസ് 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ കൊണ്ടുപോയിട്ട് എഴുതുമ്പോൾ കോസ് ഇൻവേഴ്സ് ഓഫ് എക്സിന് പകരം നമ്മളവിടെ ലോഗ് എക്സ് ടു ദ ബേസ് 5 എന്നാണ് എഴുതിയത്. ഇനി നോക്കുക, നമുക്കറിയാം കോസ് ഇൻവേഴ്സിന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ അല്ലേ, കോസ് ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈൻ ആരാ? അത് -1 to +1 ഇടയിലുള്ള എക്സുകളും -1 +1 ആണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ കൊടുക്കാൻ പോകുന്ന ലോഗ് എക്സ് ടു ദ ബേസ് 5 എന്ന് പറയുന്നത് ആരായിരിക്കണം? അത് -1നും +1നും ഇടയിലായിരിക്കണം. അപ്പോൾ ഞാൻ എഴുതുകയാണ് ഇവിടെ ലോഗ് എക്സ് ടു ദ ബേസ് 5 ദാറ്റ് ഈസ് ലെസർ ദാൻ ഓർ ഈക്വൽ ടു 1 ആൻഡ് വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1 വന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമ്മൾ അടുത്ത് എടുക്കേണ്ടത് ശരിക്കും ലോഗിൻ്റെ ഡെഫിനിഷൻ എന്ന് വരുന്ന കാര്യമാണ്. അപ്പോൾ നോക്കുക, ഇവിടെ നമ്മൾ എഴുതുകയാണെങ്കിൽ ലോഗ് കളയുമ്പോൾ ഇവിടെ ഞാൻ 5⁻⁻1 എന്നെടുക്കണം. എന്ന് പറഞ്ഞ് ഇവിടെ ബേസ് ആരാണോ ആ ബേസ് ടു ദ പവർ ഈ നമ്പർ വരണം. അപ്പോൾ ഇവിടെ ബാക്കി ആരുണ്ടാവും? ഇവിടെ നമുക്ക് എക്സ് മാത്രമായിട്ട് വരും. ദെൻ സിമിലർലി ഇവിടെ അങ്ങനെ തന്നെയാണ്. നോക്കുക, ഇവിടെ 5 ആയിരുന്നു, 5ന്റെ പവർ ആര് വരണം? 1 എന്ന് വരണം. നോക്കുക, 5⁻1 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ 5⁻⁻1 എന്ന് പറഞ്ഞാൽ ആരാണ്? അത് 1/5 ആണ്. ലെസർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസർ ദാൻ ഓർ ഈക്വൽ ടു എന്തെന്ന് കിട്ടി? 5 എന്ന് കിട്ടി അല്ലെ. 5⁻1 എന്ന് പറഞ്ഞാൽ 5 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്റർവൽ ആയിട്ട് എഴുതുമ്പോൾ എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇന്റർവൽ 1/5 ടു ക്ലോസ്ഡ് ഇന്റർവൽ 5 എന്ന് കിട്ടും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. 5ാമത്തെ ക്വസ്റ്റ്യൻ, ഇവിടെ നമുക്ക് z എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 + 1/i ആണല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് നോക്കുക, എന്താണ് 1/i എന്ന് പറയുന്നത്? അതെന്താണ്? അത് -i ആണല്ലേ. നോക്കുക, 1/i എന്ന് പറഞ്ഞാൽ അതാരാണ്? അത് -i ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? -i എന്ന് എഴുതാനായിട്ട് പറ്റി. എന്ന് പറഞ്ഞ് ഇതാരാ? 1 - i. അപ്പോൾ നോക്കുക, നമ്മുടെ z എന്ന് പറഞ്ഞാൽ ആരാണ്? അത് 1 - i ആണ്. എങ്കിൽ z പവർ 4 കാണാനായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? 1 - iയുടെ പവർ അല്ലേ, എന്ത് കാണണം? പവർ 4 കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് എഴുതി? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 - iയുടെ സ്ക്വയർ എന്ന് എനിക്ക് എഴുതാം. ദെൻ ഓൾ പവർ 2 എന്ന് എഴുതാനായിട്ട് പറ്റില്ലേ. പവർ 4 ആയിരുന്നു, എന്ത് ചെയ്തു? സ്ക്വയർ ദെൻ ഹോൾ സ്ക്വയർ എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ ഇവിടെ -b ഹോൾ സ്ക്വയർ എനിക്ക് എക്സ്പാൻഡ് ചെയ്തൂടെ? അപ്പോൾ എന്ത് കിട്ടി? 1 സ്ക്വയർ -2ab എന്ന് പറഞ്ഞാൽ 2 × 1 × i എന്ന് വന്നു, പ്ലസ് b സ്ക്വയർ എന്ന് വന്നു. എന്ന് പറഞ്ഞാൽ i സ്ക്വയർ എന്നാണ് വരിക. മൊത്തത്തിൽ പുറത്ത് സ്ക്വയർ ഉണ്ടായിരുന്നു.
സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എന്തായി ഇത് 1 എന്ന് വന്നു -2i എന്നാണ് വന്നിരിക്കുന്നത് പ്ലസ് ഐ സ്ക്വയർ ഉണ്ട് അല്ലേ ഐ സ്ക്വയർ ആരാ -1 ആണ് ദെൻ ഓൾ സ്ക്വയർ എന്നുണ്ട് അപ്പോൾ നോക്കിയപ്പോൾ ഈ 1ഉം -1ഉം കൂടെ ക്യാൻസൽ ആയിട്ട് പോയി ദാറ്റ് ഈസ് ഈക്വൽ ടു -2iയുടെ ഓൾ സ്ക്വയർ എന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ നോക്കുക ഇവിടെ മൈനസ് ഉണ്ട് ഓൾ സ്ക്വയർ ഉണ്ട് അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് അവിടെ അത് പോസിറ്റീവായിട്ട് മാറും കാരണം എന്താ അവിടെ പവർ ഈവൻ പവർ ആണ് അതുകൊണ്ട് ഉറപ്പായിട്ടും അത് പോസിറ്റീവ് ആണ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ഈക്വൽ ടു നൗ ഇറ്റ് ഈസ് 2iയുടെ സ്ക്വയർ ആണ് എന്ന് പറഞ്ഞാൽ ഇവിടെ 2 സ്ക്വയർ ഉണ്ടായിരിക്കണം ദെൻ അവിടെ നമുക്ക് എന്ത് വേണം ഐ സ്ക്വയർ ഉണ്ടായിരിക്കണം അങ്ങനെയല്ലേ അപ്പോൾ 2 സ്ക്വയർ ആരായിരുന്നു 2 സ്ക്വയർ 4 ആയിരുന്നു ഐ സ്ക്വയർ ആരാ -1 ആയിരുന്നു സോ ഫൈനലി -4 എന്നാണ് നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടുക അപ്പോൾ ഓപ്ഷൻ നോക്കുമ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആയിരുന്നു -4 ഇവിടെ മൈനസ് വിട്ടുപോയതാണ് സോ ഓപ്ഷൻ ബി -4 എന്നാണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആറാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ നമുക്കൊരു കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ അതിനുവേണ്ടി തന്നിരിക്കുന്നത് എന്താണ് 2√2 + i2√2 ഹോൾ സ്ക്വയർ എന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്ക്വയർ കാണണം ആരുടെ കോംപ്ലക്സ് നമ്പറിന്റെ ദെൻ മോഡുലസ് ആണ് കാണേണ്ടത് അല്ലേ അപ്പോൾ അങ്ങനെ ചെയ്യണ നിർബന്ധമൊന്നുമില്ലോ മൊത്തത്തിൽ മോഡുലസ് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി അകത്തിരിക്കുന്ന ആളുടെ മോഡുലസ് കണ്ടിട്ട് സ്ക്വയർ ചെയ്താലും മതിയായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡ് ഓഫ് സെഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് അത് മോഡ് സെഡിന്റെ സ്ക്വയർ ആണ് എന്ന് പറയുമ്പോൾ ഇവിടെ ആദ്യം എന്ത് ചെയ്യുക മോഡ് സെഡ് കാണുക അല്ലേ അപ്പോൾ അത് കാണാനായിട്ട് എന്ത് ചെയ്യണം റൂട്ട് ഓഫ് അവിടെ റിയൽ പാർട്ടിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2√2ന്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഐ ഇല്ല ബാക്കിയുള്ളവന്റെ സ്ക്വയർ ആണ് വേണ്ടത് ദെൻ ഇവിടെ മൊത്തത്തിൽ സ്ക്വയർ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇവിടെ സ്ക്വയർ വന്നു അപ്പോൾ നോക്കുക ഇവിടെ റൂട്ടും ഉണ്ട് സ്ക്വയറും ഉണ്ട് അല്ലേ അപ്പോൾ അയാൾ പോയി ബാക്കി എന്താ ഉള്ളൂ 2√2ന്റെ സ്ക്വയർ എന്നാണ് അല്ലേ 2√2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2ന്റെ സ്ക്വയർ 4ഉം √2ന്റെ സ്ക്വയർ ആരാണ് 2ഉം ആണ് കിട്ടുക പ്ലസ് ഇവിടെ അതുപോലെ തന്നെ 2ന്റെ സ്ക്വയർ 4ഉം √2ന്റെ സ്ക്വയർ 2 എന്ന് പറഞ്ഞു സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 8 + 8 എന്നല്ലേ എന്ന് പറഞ്ഞാൽ അവിടെ 16 എന്നാണ് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇ ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് z + z കോൺജുഗേറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു 6 എന്നും z - z കോൺജുഗേറ്റ് ഈക്വൽ 4i എന്നുമാണ് തന്നിരിക്കുക ദെൻ മോഡ് സെഡിന്റെ സ്ക്വയർ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം z എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ നമുക്ക് അറിഞ്ഞുകൂടാ നമുക്ക് അയാൾ എന്ത് ചെയ്യാം x + i y എന്നെടുക്കാം അങ്ങനെയാണെങ്കിൽ z കോൺജുഗേറ്റ് എന്ന് പറയുന്നത് ആരായിരിക്കും അത് x - i y ആയിരിക്കും അല്ലേ ഇപ്പൊ നോക്കുക ഇനി പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് z ഉം z കോൺജുഗേറ്റും കൂടെ ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി 6 കിട്ടിയെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ ആഡ് ചെയ്യുമ്പോഴോ x + x 2x എന്ന് വരും i y + -i y ഗെറ്റ് ക്യാൻസൽ അല്ലേ എന്ന് പറഞ്ഞ് ഇമാജിനറി പാർട്ട് അവിടെ ക്യാൻസൽ ആയിട്ട് പോയിട്ട് 2x ദാറ്റ് ഈസ് ഈക്വൽ ടു 6 എന്നാണ് കിട്ടുക എന്ന് പറഞ്ഞ x ആരാണ് x നമുക്കവിടെ 3 എന്നാണ് കിട്ടുന്നത് ഇനി നോക്കുക അവിടെ അടുത്ത കാര്യം പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നു z - z കോൺജുഗേറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു 4i എന്നാണ് അല്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറയ്ക്കണം എന്നാണ് അല്ലേ കുറയ്ക്കുമ്പോൾ സംഭവിക്കും എക്സും കൂടെ കുറച്ച് കഴിഞ്ഞാൽ അവിടെ ക്യാൻസൽ ആയിട്ട് പോയി ദെൻ i y -i y ആണ് അല്ലേ അപ്പോൾ എന്താ പ്ലസ് ആവും എന്ന് പറഞ്ഞാൽ 2 ടൈംസ് i y എന്ന് കിട്ടി ദാറ്റ് ഈസ് ഈക്വൽ ടു 4i എന്നാണ് വന്നിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2y ആണ് 4 അഥവാ നമുക്കവിടെ y ഈസ് ഈക്വൽ ടു 2 എന്നാണ് കിട്ടുന്നത് അല്ലേ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ മോഡ് സെഡിന്റെ സ്ക്വയർ എന്നാണ് സോ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് നമ്മൾ എടുത്തിരിക്കുന്ന സെഡ് ആരായിരുന്നു x + i y ആയിരുന്നു അപ്പോൾ അയാളുടെ മോഡുലസ് എന്ന് പറയുന്നത് അതെന്താണ് റൂട്ട് ഓഫ് x² + y² ആയിരുന്നു ഇവിടെ നമുക്ക് സ്ക്വയർ ഉണ്ട് അതുകൊണ്ട് അയാൾ എഴുതി റൂട്ടും സ്ക്വയറും ക്യാൻസൽ ആയിട്ട് പോയി ബാക്കി ആരാ x² + y² കണ്ടുപിടിച്ചാൽ മതി x നമുക്ക് 3 എന്നായിരുന്നു കിട്ടിയത് സോ 3² + y എന്ന് പറഞ്ഞാൽ 2 ആയിരുന്നു സോ 2². അപ്പോൾ നമുക്ക് എന്ത് കിട്ടി 9 + അവിടെ നമുക്കിവിടെ 4 എന്ന് കിട്ടി എന്ന് പറഞ്ഞാൽ 13 എന്നാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ വരിക ഓപ്ഷൻ ഡി ആണ് അവിടെ കറക്റ്റ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് z എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് അത് 2 - i / ആൽഫ + i എന്നാണ് അതിനുശേഷം നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് 4 ടൈംസ് റിയൽ പാർട്ട് ഓഫ് z ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ടൈംസ് ഇമാജിനറി പാർട്ട് ഓഫ് z കോൺജുഗേറ്റ് എന്നാണ് എങ്കിൽ എന്താണ് ആൽഫ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ നോക്കുക നമുക്കിവിടെ തന്നിരിക്കുന്ന സെഡിൻ്റെ അകത്ത് താഴെ ഐ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം അയാളുടെ കോൺജുഗേറ്റ് എടുത്ത് ഡിനോമിനേറ്ററിലുള്ള ആളുടെ കോൺജുഗേറ്റ് എടുത്ത് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് താഴെ നിന്ന് ഐ ഒഴിവാക്കി കളയണം അല്ലേ അഥവാ a + ib ഫോമിൽ കൊണ്ടുവരണം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു ഇവിടെ പോയിട്ട് താഴത്തെ ആളുടെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ ആൽഫ - i അല്ലേ ആൽഫ - i ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യാണ് സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടി 2 ടൈംസ് ആൽഫ എന്ന് പറഞ്ഞു ദെൻ -2i എന്ന് പറഞ്ഞു ഇവിടെ നമുക്ക് -α i എന്നാണ് വരിക അല്ലേ ദെൻ നോക്കാം മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് എന്ന് വന്നു i × i² എന്നാണ് വന്നിരിക്കുന്നത് താഴെ a + b × a - b ആരാ a² - b² ആണല്ലേ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് എന്ത് കിട്ടി 2 ആൽഫ ഇവിടെ 2 ടൈമിൽ i ഉണ്ട് അപ്പോൾ മൈനസ് പുറത്തെടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം 2 + ആൽഫ ഓഫ് i എന്ന് എഴുതാനായിട്ട് പറ്റി ഇവിടെ i² ഉണ്ട് അല്ലേ i² ആരാ -1 എന്ന് പറഞ്ഞു
ഡിനോമിനേറ്ററിൽ നോക്കുക, എഗെയിൻ അവിടെ ഐ സ്ക്വയർ ഉണ്ട്, ഐ സ്ക്വയർ ആരാ -1 ആണല്ലേ, ഓൾറെഡി മൈനസ് ഉണ്ട്, ദെൻ -1 എന്നാണ് അവിടെ വരിക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്കിപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ആൽഫ -1 എന്ന് പറഞ്ഞാൽ ഐ ഇല്ലാത്തവരുണ്ട്, ദെൻ എന്തുണ്ട് ഇവിടെ മൈനസ് ഓഫ് 2 പ്ലസ് ആൽഫ ഓഫ് ഐ എന്നുണ്ട് അല്ലേ, ഡിവൈഡ് ബൈ താഴെ ആരായിരുന്നു ആൽഫ സ്ക്വയർ, മൈനസും കൂടെ പ്ലസ് എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇവിടെ റിയൽ പാർട്ട് ദെൻ ഇമാജിനറി പാർട്ട് എന്നുള്ള രീതി വന്നിട്ടുണ്ട്. പക്ഷേ ഡിനോമിനേറ്റർ എന്തുണ്ട് ആൽഫ സ്ക്വയർ +1 ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ ആളെ രണ്ടുപേർക്കുമായിട്ട് സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം, എങ്കിലാണ് അയാൾ A+IB ഫോമിലാകുക അല്ലേ. എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് അവിടെ എന്ത് കിട്ടും, 2 ആൽഫ -1 ഡിവൈഡഡ് ബൈ അവിടെ നമുക്ക് ആൽഫ സ്ക്വയർ +1 എന്ന് പറഞ്ഞു, ദെൻ മൈനസ് ആരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്, അത് 2 പ്ലസ് ആൽഫ ഓഫ് ഐ ഡിവൈഡഡ് ബൈ ആരാണുള്ളത്, അത് ആൽഫ സ്ക്വയർ +1 എന്നാണ്. അങ്ങനെ നോക്കിയപ്പോൾ ഇപ്പോഴാണ് നമ്മുടെ Z A+IB ഫോമിലായത്. അങ്ങനെ നോക്കുമ്പോൾ അവിടുത്തെ റിയൽ പാർട്ട് ഓഫ് Z എന്ന് പറയുന്നത് അതാരാണ്, അത് 2 ആൽഫ -1 ഡിവൈഡ് ബൈ ആൽഫ സ്ക്വയർ +1 ആണ്. അപ്പോൾ തന്നിരിക്കുന്ന കണ്ടീഷൻ അനുസരിച്ച് 4 ടൈംസ് റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ 4 ടൈംസ് 2 ആൽഫ -1 ഡിവൈഡ് ബൈ ആൽഫ സ്ക്വയർ +1 എന്നാണ് കിട്ടുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ടൈംസ് ഇമാജിനറി പാർട്ട് ഓഫ് Z കോൺജുഗേറ്റ് എന്നാണ് അല്ലേ. അപ്പോൾ നോക്കുക, ഇയാൾ ഓൾറെഡി ഇവിടെ മൈനസ് ആണ് അല്ലേ, ആണല്ലോ. അപ്പോൾ Z എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഇവിടെ മൈനസ് ആണ്. അപ്പോൾ കോൺജുഗേറ്റ് എടുക്കുമ്പോൾ സംഭവിക്കും, അവിടെ മൈനസ് മാറിയിട്ട് പ്ലസ് വരണം അല്ലേ. അങ്ങനെ വരുന്ന ആളുടെ ഇമാജിനറി പാർട്ട് എന്ന് പറയുമ്പോൾ പിന്നെ ഈ റിയൽ പാർട്ട് നോക്കേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ ഇയാളുടെ സൈൻ മാറ്റിക്കഴിഞ്ഞ് ബാക്കി വരുന്നവനാരോ അവനാണ് Z കോൺജുഗേറ്റിൻ്റെ ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത്. അഥവാ നമുക്ക് അവിടെ എഴുതുമ്പോൾ 3 ഉണ്ടായിരുന്നു, ഞാൻ ഈ പറഞ്ഞ പാർട്ട് എന്ന് പറയുന്നത് അവിടെ Z കോൺജുഗേറ്റിൻ്റെ ഇമാജിനറി പാർട്ട് എഴുതുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, പോസിറ്റീവ് 2 പ്ലസ് ആൽഫ ഡിവൈഡ് ബൈ ആൽഫ സ്ക്വയർ +1 എന്നാണ് കിട്ടുക. ഞാൻ പറഞ്ഞു നോക്കുക, ഇവിടെ Z ആണ്, സെഡിൻ്റെ ഇവിടെ മൈനസ് ആണെങ്കിൽ Z കോൺജുഗേറ്റിൻ്റെ ഇമാജിനറി പാർട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ സൈൻ മാറ്റണം അല്ലേ, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ എഴുതി വന്നപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത്. രണ്ട് സൈഡിൽ നിന്നും ആൽഫ സ്ക്വയർ +1 ഡിനോമിനേറ്ററിൽ നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് കളയാനായിട്ട് പറ്റി. ന്യൂമറേറ്ററുകൾ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ 8 ആൽഫ -4 അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6 പ്ലസ് 3 ആൽഫ എന്നാണ് കിട്ടുക. ആൽഫകൾ ഒരു സൈഡിലോട്ട് കൊണ്ടുവരിക, 8 ആൽഫ -3 ആൽഫ എന്ന് പറയുന്നത് അവിടെ നമുക്ക് 6 + 4 എന്ന് കിട്ടി. അഥവാ 5 ആൽഫ എന്ന് പറയുന്നത് അവിടെ 10 ആണ്. ആൽഫ എന്ന് പറഞ്ഞാൽ 10 ഡിവൈഡ് ബൈ 5 എന്ന് കിട്ടും. അവിടെ നമുക്ക് ആൽഫ ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. അങ്ങനെ നോക്കിയപ്പോൾ ഓപ്ഷൻ ഡി ആണ് 8ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ. 9ാമത്തെ ക്വസ്റ്റ്യൻ, ഇവിടെ നമുക്കൊരു GPയുടെ ഫസ്റ്റും തേർഡ് ടേംസും തന്നിട്ടുണ്ട് അല്ലേ. അതിനുശേഷം 21st ടേം എന്തെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ടേമിന് നമ്മൾ A എന്നാണ് എടുക്കാറ് അല്ലേ. സോ A ഈസ് ഈക്വൽ നമുക്കിവിടെ 4 എന്ന് എഴുതാനായിട്ട് പറ്റി. തേർഡ് ടേം എന്ന് പറഞ്ഞാൽ AR⁻³ - 1 അഥവാ AR² ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 8 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എയുടെ വാല്യൂ 4 ആണ്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 4 × R² ആരാണ് 8 എന്ന് കിട്ടി. R² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ഡിവൈഡ് ബൈ 4 അല്ലേ, R² ആരാ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്നാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് അവിടെ 21st ടൈം ആണ് കാണേണ്ടത് അല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A21 കാണണം. എന്ന് പറഞ്ഞാൽ ആരാ, അത് AR⁻21 - 1 അല്ലേ, AR⁻20 എന്നാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം, AR² പവർ 10 എന്ന് എഴുതാം. അതുകൊണ്ടാണ് ഞാനിവിടെ R² എന്ന് തന്നെ നിർത്തിയത്, 6 കണ്ടുപിടിക്കാത്തത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു A എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു, 4 ആയിരുന്നു, R² എന്ന് പറഞ്ഞാൽ 2 ആയിരുന്നു അല്ലേ. സോ 2⁻10 എന്ന് പറഞ്ഞു, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ടൈംസ് 2⁻10 എന്ന് പറഞ്ഞാൽ ആരാ, 1024 അല്ലേ, 1024 ആണ്. അവിടെ നമുക്ക് എന്ത് ചെയ്യണം, × 4 മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്ക് എന്ത് കിട്ടി, 4096 എന്ന് കിട്ടും അല്ലേ. 4096 എന്നാണ് വരിക. എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഇ ആണ് ഈ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ. 10ാമത്തെ ക്വസ്റ്റ്യൻ, ഇവിടെ നമുക്ക് A1 A2 A3 എക്സെട്ര GPയിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ആദ്യത്തെ 3 ടേംസിൻ്റെ പ്രോഡക്റ്റ് 64 എന്നും ആദ്യത്തെ 5 ടേംസിൻ്റെ പ്രോഡക്റ്റ് 32 എന്നുമാണ് തന്നിരിക്കുക. എങ്കിൽ കോമൺ റേഷ്യോ എന്താണ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ നമ്മൾ സാധാരണ 3 ടൈംസ് വരുമ്പോൾ നടുവിലത്തെ ആളെ A എന്നും ദെൻ അടുത്ത ആളെ AR എന്നും അതിന് മുമ്പത്തെ ആളെ A/R എന്നും എടുക്കാറുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ A/R × A × AR ദാറ്റ് ഈസ് ഈക്വൽ ടു 64 എന്നാണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ നോക്കുക, 6 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ A³ എന്ന് പറയുന്നത് 64 എന്നാണ് വരിക. അഥവാ A ഈസ് ഈക്വൽ നമുക്കിവിടെ 4 അല്ലേ, ³ എന്ന് പറഞ്ഞാൽ A = 4 എന്ന് കിട്ടി. അഥവാ ഇവിടുത്തെ സെക്കൻഡ് ടൈം അല്ലേ, ഞാൻ എടുത്തിരിക്കുന്ന അനുസരിച്ച് ഇതാണ് എൻ്റെ A1, ഇതാണ് എൻ്റെ A2, ഇതാണ് എൻ്റെ A3 എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക, എനിക്ക് അവിടെ സെക്കൻഡ് ടൈം ഓഫ് ദിസ് GP ഈസ് ഈക്വൽ ടു 4 എന്നാണ് കിട്ടിയിരിക്കുക.
ഇവിടെ സിമിലർലി നോക്കുക, ഇവിടെ 5 ടേംസിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നടുക്കത്തെ ആളെ എന്ന് എടുക്കുക, അടുത്ത ആളെ നമ്മൾ AR എന്ന് എടുക്കും, ദെൻ അടുത്ത ആളെ AR² എന്ന് എടുക്കുമെങ്കിൽ അതിന് മുമ്പത്തെ ആളെ A/R എന്നാണ് എടുക്കുക, ഇവിടെ നമ്മൾ A/R² എന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ A/R² ഇൻറ്റു A/R ഇൻറ്റു A ഇൻറ്റു AR ഇൻറ്റു AR² എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 32 എന്ന് വരും. അങ്ങനെ വന്നപ്പോൾ ഇവിടെയുള്ള R ഉം R² കട്ട് ചെയ്ത് പോയി, A⁵5 ദാറ്റ് ഈസ് ഈക്വൽ ടു 32 എന്നാണ് വന്നത്. അപ്പോൾ A എന്ന് പറഞ്ഞാൽ എന്തെന്ന് കിട്ടി? A എന്ന് പറഞ്ഞാൽ 2 ആണെന്ന് കിട്ടി. അപ്പോൾ നോക്കുക, ഇവിടെ എടുത്തിരിക്കുന്ന അനുസരിച്ച് A എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ആയിരുന്നു അല്ലേ, ഇത് A1 ഉം ഇത് A2 ഇത് A3 ഉം ഇവിടെ ഇത് A4 ഉം ഇത് നമുക്ക് A5 ആയിരുന്നു. അങ്ങനെ വന്നപ്പോൾ മൂന്നാമത്തെ ടേമാണ് നമുക്ക് 2 എന്ന് കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ നോക്കുക, കോമൺ റേഷ്യോ കാണാനായിട്ട് എന്താ ചെയ്യേണ്ടത്? A3 ഡിവൈഡ് ബൈ A2 എന്നാണ് എടുക്കേണ്ടത്. സോ തേർഡ് ടൈം 2 ആയിരുന്നു, ഡിവൈഡ് ബൈ സെക്കൻഡ് ടൈം 4 ആയിരുന്നു. അങ്ങനെ വന്നപ്പോൾ നമുക്കവിടെ 1/2 എന്ന് കിട്ടും. സോ നോക്കുക, കോമൺ റേഷ്യോ ഓഫ് ദിസ് GP എന്ന് പറയുന്നത് 1/2 ആണ്. ഓപ്ഷൻ ഡി ആണ് ഈ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഇവിടെ നമുക്ക് ഒരു സീക്വൻസിൻ്റെ ജനറൽ ടൈം അല്ലേ, TN എന്ന് പറയുന്നത് n/6/n+4 എന്ന് തന്നിട്ടുണ്ട്. n 1 2 3 എക്സെട്ര എന്നാണ് തന്നിരിക്കുന്നത്. ഇഫ് TN is 5 then the value of n എന്നാണ്. അപ്പോൾ നോക്കുക, ഈ ടേം എന്ന് പറയുന്നത് 5 ആണെങ്കിൽ n എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n × n+6 ഡിവൈഡഡ് ബൈ n+4 ചെയ്യുമ്പോൾ എന്താകണം? ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ആകണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? n × n+6 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 5 × n+4 എന്ന് എഴുതാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ നമ്മൾ ഇതിനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് അവിടെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് സോൾവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ 2 വാല്യൂസ് ഓഫ് n വരും. നമുക്ക് എന്തായാലും n എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ ആയിരിക്കണം. അങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? വേണമെങ്കിൽ ഓപ്ഷൻസ് ചെക്ക് ചെയ്താലും മതി അല്ലേ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി അവിടെ 4 ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഇയാളകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് n² + 6n ദാറ്റ് ഈസ് ഈക്വൽ ടു 5n + 20 എന്ന് എഴുതാനായിട്ട് പറ്റി. അഥവാ n² + 6n - 5n - 20 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതി. അഥവാ n² + n - 20 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് വന്നു അല്ലേ. അങ്ങനെ നോക്കിയപ്പോൾ പ്രോഡക്റ്റ് എന്ത് വേണം? -20 വേണം. സം പോസിറ്റീവ് 1 കിട്ടണം അല്ലേ. അങ്ങനെയുള്ള നമ്പേഴ്സ് ആരാ? അത് +5 ദെൻ -4 ആണെന്ന് അറിയാം. അപ്പോൾ ഇയാളെ ഫാക്ടറൈസ് ചെയ്താൽ n + 5 × n - 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്നാണ് എഴുതാനായിട്ട് പറ്റുക. അപ്പോൾ n ഈസ് ഈക്വൽ ടു -5 എന്ന് കിട്ടി. ദെൻ n ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടി. ഞാൻ ഓൾറെഡി പറഞ്ഞു n ആരായിരിക്കണം? അത് നാച്ചുറൽ നമ്പർ ആയിരിക്കണം. അതുകൊണ്ട് ഇവിടെ n ഈസ് ഈക്വൽ ടു 4 എന്നാണ് കിട്ടുക. സോ ഓപ്ഷൻ സി ആണ് വരുന്നത്. അപ്പോൾ നോക്കുക, ഇവിടെ വെച്ചിട്ട് ഒന്നില്ലെങ്കിൽ ഓപ്ഷൻസ് ചെക്ക് ചെയ്തിട്ടും ഓപ്ഷൻ സി ആണെന്ന് പറയാം, അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കിയിട്ട് സോൾവ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ആൻസർ 4 എന്നാണ് ഇവിടെ കിട്ടുന്നത്. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഇവിടെ നമുക്ക് പ്രൊഡക്റ്റ് ഓഫ് ഫസ്റ്റ് 5 ടൈംസ് ഓഫ് GP whose terms are increasing is 32 എന്ന് തന്നിട്ടുണ്ട്. ദെൻ തേർഡ് ടൈം ഓഫ് ദ GP എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ നമ്മൾ 10ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ പ്രൊഡക്റ്റ് എടുത്ത സമയത്ത് എങ്ങനെ ചെയ്തു അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം പോയിട്ട് നടുക്കിരിക്കുന്ന ആളെ A എന്ന് എടുത്തു. അപ്പോൾ അടുത്ത ആൾ AR ആയി, ദെൻ AR² എന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ തൊട്ട് മുമ്പത്തെ ആൾ A/R ആണ്, അതിന് മുമ്പുള്ള ആൾ A/R² എന്നുമാണ് എടുക്കുക. ഇതിൻ്റെ പ്രൊഡക്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. സോ A/R² ഇൻറ്റു A/R ഇൻറ്റു A ഇൻറ്റു AR ഇൻറ്റു AR² എന്ന് പറയുന്നതാണ് എത്ര? 32 അല്ലേ. ആദ്യത്തെ പോലെ തന്നെയാണ് അല്ലേ. R² ആറും കട്ട് ചെയ്ത് പോയി. നമുക്ക് അവിടെ A⁵ ദാറ്റ് ഈസ് ഈക്വൽ ടു 32 എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? അവിടെ നമുക്ക് 2 എന്ന് കിട്ടും. എന്താണെങ്കിലും A എന്ന് പറയുന്നത് നമ്മുടെ മിഡിൽ ടൈം ആയിരുന്നു, അഥവാ തേർഡ് ടൈം ആയിരുന്നു. അങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ A = 2 അഥവാ തേർഡ് ടൈം ഈസ് 2 എന്ന് പറയുന്ന ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഇവിടെ നമുക്ക് ആൽഫയും ബീറ്റയും സമ്മേഷൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്. അതിനുശേഷം ആൽഫ - ബീറ്റ എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ആൽഫ ആരാണെന്ന് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ആണ് k = 0 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഇവിടെ കൊണ്ടുപോയിട്ട് ആദ്യം kക്ക് 0 കൊടുക്കണം എന്ന് പറഞ്ഞാൽ 10c ഇവിടെ 0 കൊടുക്കുമ്പോൾ 0 എന്ന് പറഞ്ഞു. ദെൻ അടുത്ത സമ്മേഷൻ എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്. ദെൻ കേക്ക് ആര് കൊടുക്കണം? 1 കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ k = 0 മുതൽ 5 വരെ എന്ന് പറഞ്ഞാൽ കേക്ക് ആദ്യം 0 കൊടുക്കണം, 1 കൊടുക്കണം, 2 കൊടുക്കണം, അങ്ങനെ 5 വരെ കൊടുത്തിട്ട് സം ചെയ്യണം എന്നാണ് ഇതിൻ്റെ മീനിങ് അല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ആദ്യം പോയിട്ട് കേക്ക് 0 കൊടുത്തപ്പോൾ 10c 0 എന്ന് കിട്ടി. ദെൻ നമുക്ക് അവിടെ 10c നമ്മളവിടെ 1 കൊടുക്കുമ്പോൾ 2 × 1 ആരാ? 2 എന്നാണ് കിട്ടുക അല്ലേ. പ്ലസ് അടുത്ത ആരാ? 10c 4 എന്ന് കിട്ടി. പ്ലസ് ദെൻ നമുക്കവിടെ 10c 6 വന്നു. പ്ലസ് 10c ആരാ? 8 എന്ന് വന്നു. പ്ലസ് അവിടെ അടുത്ത് നമ്മൾ 5 കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ 10c 10 എന്നുമാണ് കിട്ടണം അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഫോർമുല പഠിച്ചിട്ടുണ്ടോ?
ഇതെന്താണ് ഇതെന്ന് പറയുന്നത് 2n-1 എന്ന രീതിയിലാണ് നിൽക്കുന്നത്. ആരാണ് n? ഇവിടെ വരുന്ന 10 എന്ന് പറയുന്ന ആളെ n ആയിട്ട് വരികയാണെങ്കിൽ NC0 പ്ലസ് NC2 പ്ലസ് NC4 എക്സെട്ര എന്ന് പറയുന്ന ആൾ 2n-1 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 10-1 എന്ന് കിട്ടണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/9 എന്നാണ് നമുക്ക് അവിടെ കിട്ടുക. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ബീറ്റ കണ്ടുപിടിക്കാം. ബീറ്റ കാണുമ്പോൾ കെ 0 മുതൽ എവിടെ വരെ 4 വരെ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ എന്ന് പറഞ്ഞാൽ 10C. ഇവിടെ നമ്മൾ 0 കൊടുക്കുമ്പോൾ എന്താ കിട്ടുന്നത്? 0 + 1 അല്ലേ, അത് 1 എന്നാണ് വരിക. പ്ലസ് 10C നമ്മളിവിടെ 1 കൊടുക്കുമ്പോൾ എന്തായി? 2 × 1 + 1 ആരായിട്ട് മാറും? 3 ആയിട്ട് മാറി. പ്ലസ് 10C 5 ദെൻ 10C 7 പ്ലസ് 10C ആരായി 9 എന്നാണ് വന്നിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു അതാരാണ്? അതും 2n-1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 1 3 5 7 9 എന്ന രീതിയിൽ ഓഡ് ടൈംസ് പോകുമ്പോൾ നമുക്ക് അവിടെ കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും 2n-1 ആണ്. n എന്ന് പറയുന്നത് ഈ നമ്പർ തന്നെയാണ് അല്ലേ എന്ന് പറഞ്ഞാൽ 10-1 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2/9 എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നോക്കുക, ആൽഫയും ബീറ്റയും എനിക്ക് 2/9 എന്ന് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ആൽഫ മൈനസ് ബീറ്റയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? 2/9 നിന്ന് 2/9 കുറയ്ക്കും. അപ്പോൾ എനിക്ക് അവിടെ 0 എന്ന് കിട്ടും. ഓപ്ഷൻ ഇ ആണ് ഈ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ. 14ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് ആൽഫ എന്ന് പറയുന്നത് NCR ആണെന്നും ബീറ്റ എന്ന് പറയുന്നത് NCR-1 എന്നും തന്നിട്ടുണ്ട്. എങ്കിൽ എന്താണ് 1 + α/β എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് 1 + ആൽഫ എന്ന് പറയുന്നത് എന്തായിരുന്നു? ദാറ്റ് ഈസ് NCR ആയിരുന്നു. ബീറ്റ എന്ന് പറയുന്നത് NCR-1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 + ഇവിടെ നമുക്ക് അറിയേണ്ട കാര്യം NCR/NCR-1 എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് ഫോർമുല ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അതെന്തായിരുന്നു? അത് n-r + 1/r എന്നാണ് വരിക. അപ്പോൾ അവിടെ നമ്മളിത് സിംപ്ലിഫൈ ചെയ്ത് ഫോർമുല ഉപയോഗിച്ചിട്ട് സിംപ്ലിഫൈ ചെയ്തിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ആ കാര്യം എന്ന് പറഞ്ഞാൽ. ദെൻ ഇവിടെ 1 ഉണ്ടായിരുന്നു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേക്കുക. സോ 1 × r 6 എന്ന് കിട്ടി. പ്ലസ് 1 × n-r + 1 എന്ന് പറയുന്നത് n-r + 1 ആയിരുന്നു. ഓൾ ഡിവൈഡ് 1 × r എന്ന് കിട്ടി. അങ്ങനെ നോക്കുമ്പോൾ r - r ക്യാൻസൽ ആയിട്ട് പോയി. നമുക്കവിടെ n+1/r അല്ലേ, n+1/r എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. 15ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് 11PR എന്ന് പറയുന്നത് 7920 എന്നാണ് തന്നിരിക്കുക. ദെൻ ദ വാല്യൂ ഓഫ് r ഈസ് ഈക്വൽ ടു എന്നാണല്ലേ. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ 11PR ദാറ്റ് ഈസ് ഈക്വൽ ടു 7920 എന്നാണ്. അപ്പോൾ ഡയറക്റ്റ് നമ്മൾ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഓപ്ഷൻസ് ചെക്ക് ചെയ്തിട്ട് r ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ 7920നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ 2ഉം 5 ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ എന്തായാലും ഇവിടെ 10 എന്ന് എടുക്കുക, കാരണം ഇത് 11ന്റെ അടുത്തുള്ള ഏതെങ്കിലും നമ്പേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് 10 പ്രൈം ഫാക്ടറൈസേഷൻ അല്ല, ഞാൻ വെറുതെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു. സോ എനിക്ക് അവിടെ 792 എന്ന് കിട്ടുകയാണ്. എന്താണ് ഇവിടെ 11 ഉള്ളത് കൊണ്ട് ഉറപ്പായിട്ടും ഇവിടെ 11 വരണം, അഥവാ ഇയാൾ 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഞാനതുകൊണ്ട് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. 77 എന്ന് പറഞ്ഞാൽ 7 വരും. ദെൻ ഇവിടെ നമുക്ക് എന്ത് കിട്ടുന്നത്? 2 കിട്ടുന്നുണ്ട് അല്ലേ. അങ്ങനെ നോക്കിയപ്പോൾ 10ഉം 11ഉമായി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇനി അടുത്തുള്ള ആൾ 9 എന്നുള്ള രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ഇതാരാ 8 എന്ന് കിട്ടി അല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 11PR-നെ ഞാൻ എഴുതുകയാണെങ്കിൽ 11 × ദെൻ 10 × 9 × 8 എന്ന് എഴുതാനായിട്ട് പറ്റി. നോക്കുക, ഞാനിവിടെ പ്രൈം ഫാക്ടറൈസേഷൻ അല്ല ചെയ്തിരിക്കുന്നത്. എനിക്ക് അടുത്തുള്ള നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടണം. അതിന് ഉറപ്പായിട്ടും അവിടെ 11 ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ദെൻ 10 വരുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണ് അവിടെ ഞാൻ ആദ്യം 10 കൊണ്ട് എടുത്തത്, ദെൻ 11 എടുത്തുന്ന രീതിയിൽ വന്നത്. ഞാൻ 9 എടുത്ത് 8 എത്തി നിർത്തി. അങ്ങനെ നോക്കി കഴിയുമ്പോൾ എനിക്കറിയാം ഇവിടെയുള്ള 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആണ് ഞാൻ എഴുതി വെച്ചേക്കുന്നത്. അത് സ്റ്റാർട്ടിങ് ഫ്രം 11 ആണ്. 11ൽ നിന്ന് 1 കുറഞ്ഞു, ദെൻ അടുത്തൊന്ന് കുറഞ്ഞു, അടുത്തൊന്ന് കുറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി ഇത് ശരിക്കും ആരാ 11P4 ആയിരിക്കും. കാരണം 11P4 കാണാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് 11 എഴുതണം, തൊട്ട് താഴെയായിട്ടുള്ള നമ്പേഴ്സ് എഴുതി അങ്ങനെ 4 നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് എഴുതുമ്പോഴാണ് 11P4 എന്ന് നമ്മൾ ഡയറക്റ്റ് എഴുതുക. അല്ലെങ്കിൽ ഫോർമുല ഉപയോഗിച്ച് നമ്മൾ എഴുതുമ്പോൾ 11 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 11 - 4 അഥവാ 7 ഫാക്ടോറിയൽ കട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്താ കിട്ടുന്നത്? 11 തൊട്ട് താഴോട്ടുള്ള 11 ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള 4 പേരുടെ പ്രൊഡക്റ്റ് ആണ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ r എന്ന് പറഞ്ഞാൽ 4 എന്നാണ് കിട്ടുക. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. 16ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് ബൈനോമിയൽ എക്സ്പാൻഷൻ തന്നിട്ടുണ്ട്. 2x + α⁸8 എന്നാണ്. അവിടെ കോയിഫിഷ്യൻസ് ഓഫ് x², കോയിഫിഷ്യന്റ് ഓഫ് x³ അല്ലെ, രണ്ടും ഈക്വൽ ആണ് എന്നാണ് പറഞ്ഞിരിക്കുക. എങ്കിൽ വാല്യൂ ഓഫ് ആൽഫ എന്ത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജനറൽ ടൈം എഴുതുകയാണെങ്കിൽ TR+1 എഴുതുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു NCR എന്ന് പറഞ്ഞ ഇവിടെ 8CR ആണ്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2x ആണ്. സോ 2x⁻n - r എന്ന് പറയുമ്പോൾ 8 - r എന്ന് വന്നു. ദെൻ b⁻r എന്ന് പറയുമ്പോൾ ആൽഫയാണ്, α⁻r എന്ന് വന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 8CR 2⁻8 - r എന്നും
ദെൻ ഇൻറ്റു എക്സ് റൈസ് ടു 8 മൈനസ് ആർ എന്നും എഴുതാനായിട്ട് പറ്റി. ഇൻറ്റു ആൽഫ റൈസ് ടു ആർ ആണ് അവിടെ വന്നിരിക്കുക. നമുക്ക് വേണ്ടത് എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് ആണ് അല്ലേ. അപ്പോൾ എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് ആവണമെങ്കിൽ ഇവിടെ ആകെ ഒരു എക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന്റെ പവർ ആരായിരുന്നു? 8 മൈനസ് ആർ ആണ്. അപ്പോൾ അത് 2 ആകുമ്പോഴല്ലേ എക്സ് സ്ക്വയർ എന്നുള്ള ടൈം കിട്ടുക. ആര്? 8 മൈനസ് ആർ 2 ആകണം എന്ന് പറഞ്ഞാൽ ആർ ആരാകണം? ആർ 6 ആകണം എന്ന് നമുക്ക് മനസ്സിലായി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് കോയിഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ കാണാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെയുള്ള എക്സ് കഴിഞ്ഞ് ബാക്കിയുള്ളിടത്തെല്ലാം ആറിന് ഞാൻ എന്ത് കൊടുക്കണം? 6 എന്ന് കൊടുക്കണം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എനിക്ക് എന്ത് കിട്ടി? 8 6 എന്ന് വരും. ദെൻ 2 റൈസ് ടു 8 മൈനസ് 6 അല്ലേ, ആരാ? 2 സ്ക്വയർ എന്നാണ് വരിക. ഇൻറ്റു ഇവിടെ ആരാളുള്ള? ആൽഫ റൈസ് ടു 6 ആണ് എന്ന് പറഞ്ഞാൽ ആൽഫ റൈസ് ടു 6 എന്നാണ് എഴുതേണ്ടത്. സിമിലർലി എനിക്ക് എന്ത് വേണം? കോയിഫിഷ്യന്റ് ഓഫ് എക്സ് ക്യൂബ് വേണം. അപ്പോൾ എക്സ് ക്യൂബിന്റെ ടൈം എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന എക്സിന്റെ പവർ ആയിട്ടുള്ള 8 മൈനസ് ആർ ആരാകണം? അത് 3 ആകണം അല്ലേ. എന്ന് പറഞ്ഞാൽ ആർ ആരാകണം? ആർ 5 ആകണം. അപ്പോൾ ഞാൻ കൊണ്ടുപോയിട്ട് ആറിന് 5 ഇട്ട് കൊടുക്കുമ്പോൾ എനിക്ക് അവിടെ എക്സ് ക്യൂബിന്റെ ടൈം കിട്ടും. എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പോയി കോയിഫിഷ്യന്റ് ഓഫ് എക്സ് ക്യൂബ് എഴുതുമ്പോൾ അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു 8 ഇവിടെ കൊണ്ടുപോയിട്ട് ഞാൻ ആറിന് 5 കൊടുത്തു. സോ 8c5 എന്ന് പറഞ്ഞു. ദെൻ 2 റൈസ് ടു 8 മൈനസ് 5 അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടി? 2 ക്യൂബ് എന്നാണ് കിട്ടുക. ഇൻറ്റു ആൽഫ റൈസ് ടു 6 ആയിരുന്നു. സോ ആൽഫ റൈസ് ടു 5 എന്നാണ് കിട്ടുക. അപ്പോൾ നോക്കാം, ഞാൻ കോയിഫിഷ്യന്റ് മാത്രമാണ് എഴുതിയിരിക്കുന്നത്, എക്സിന്റെ ടൈം അവിടെ ഞാൻ എഴുതിയിട്ടില്ല. ഇത് രണ്ടും ഈക്വൽ ആകുമ്പോൾ വാട്ട് ഈസ് വാല്യൂ ഓഫ് ആൽഫ എന്നാണ് ക്വസ്റ്റൻ അല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8c6 ഇൻറ്റു 2 സ്ക്വയർ ഇൻറ്റു ആൽഫ റൈസ് ടു 6 കാണുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 8c5 ഇൻറ്റു 2 ക്യൂബ് ഇൻറ്റു ആൽഫ റൈസ് ടു 5 എന്നാണ് വരിക. അങ്ങനെ നോക്കുമ്പോൾ രണ്ട് സൈഡിലും ആൽഫ റൈസ് ടു 5 ഉണ്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? ആൽഫ റൈസ് ടു 5ഉം ഇവിടുത്തെ ആൽഫ റൈസ് ടു 5ഉം കട്ട് ചെയ്താൽ ബാക്കി ആൽഫ മാത്രമാണ് ഉണ്ടാകുക. ഇവിടെ നമുക്ക് 2 സ്ക്വയർ ഉണ്ട്, ഇവിടെ നമുക്ക് 2 ക്യൂബ് ആണുള്ളത്. കട്ട് ചെയ്താൽ ഒരു 2 ബാക്കി ഉണ്ടാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ആൽഫ ദാറ്റ് ഈസ് ഈക്വൽ ടു അപ്പുറം ഇനി ആരുണ്ട്? അവിടെ 8c5 ആണുള്ളത് ഡിവൈഡ് ബൈ ഇവിടെ ആരാ ഉള്ളത്? 8c6 ആണുള്ളത് അല്ലേ. പിന്നെ ആരും കൂടെ ഉണ്ട്? നമുക്കിവിടെ 2ഉം കൂടെ ഉണ്ട് റൈറ്റ് സൈഡിൽ. സോ ഇൻറ്റു ഇവിടെ നമുക്ക് 2 എന്നും കൂടെയാണ് ഉള്ളത്. എങ്കിൽ അവിടെ ഇനി ആൽഫ കണ്ടുപിടിച്ചാൽ മതി. അതിനൊന്നില്ലെങ്കിൽ ഫോർമുലാസ് ഉപയോഗിച്ച് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ NCR ഡിവൈഡ് ബൈ NCR മൈനസ് 1 എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? n മൈനസ് ആർ പ്ലസ് 1 ഡിവൈഡ് ബൈ ആർ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഇയാൾ 6 ആകുമ്പോൾ ഇവിടെ എന്ത്? ആർ മൈനസ് 1. അപ്പോൾ ആദ്യം പറഞ്ഞതിൻ്റെ റെസിപ്രോക്കലാണ് ഇവിടെ കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ ആർ ഡിവൈഡ് ബൈ n മൈനസ് ആർ ദെൻ പ്ലസ് 1 എന്ന് വേണം എടുക്കാനായിട്ട്. ഇൻറ്റു 2 ഇവിടെ ഉണ്ടായിരിക്കും. നോക്കാം, ഞാൻ ആദ്യം പറഞ്ഞു തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ NCR ഡിവൈഡ് ബൈ ഇവിടെ NCR മൈനസ്. അപ്പോൾ ആദ്യം പറഞ്ഞതിൻ്റെ റെസിപ്രോക്കലാണ് ഇവിടെ നിൽക്കുന്നത് അല്ലേ. എന്ന് പറഞ്ഞാൽ അവിടെ n മൈനസ് ആർ പ്ലസ് 1 ബൈ ആർ എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ എന്ത് വേണം? ആർ ഡിവൈഡ് ബൈ n മൈനസ് ആർ പ്ലസ് 1 എന്ന് വേണം. വലിയവനാണ് ആര്? അത് 6 ആണ്. n എന്ന് പറഞ്ഞാൽ അവിടെ എന്തായിരുന്നു? അത് 8 എന്നുമാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ന്യൂമറേറ്റർ ഇപ്പോൾ എന്താ വന്നേക്കണേ? 12 എന്നാണ്. ഇവിടെ നമുക്ക് കിട്ടണതോ? ഇവിടെ കിട്ടിയിരിക്കുന്നത് 3 എന്നുമാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കവിടെ 4 അതാണ് ഇവിടെ ആൽഫയുടെ വാല്യൂ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് ഈ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ. 17ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് എ എന്ന് പറഞ്ഞൊരു സെറ്റ് തന്നിട്ടുണ്ട്. അത് 0, 2, 4, 6, 8 എന്നാണ് തന്നിരിക്കുക. നമ്പർ ഓഫ് 5 digit നമ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി ഫോർമഡ് യൂസിങ് ദ ഡിജിറ്റ്സ് ഇൻ എ വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ഈസ് എന്നാണ് അല്ലേ. അപ്പോൾ നമുക്കവിടെ 5 digit നമ്പേഴ്സ് ഉണ്ടാക്കണം. ഈ നമ്പേഴ്സ് ആണ് അല്ലേ, തന്നിരിക്കുന്ന നമ്പേഴ്സ് ആണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ ഡിജിറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അവിടെ റിപ്പീറ്റേഷൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ നോക്കുക, 0 നമ്മൾ കൊണ്ടുപോയിട്ട് ഒരിക്കലും ഫസ്റ്റ് പ്ലേസിൽ വെക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ 5 digit നമ്പർ അല്ല കിട്ടുക, 4 digit നമ്പറാണ് കിട്ടുക. എന്ന് പറഞ്ഞാൽ 0 അല്ലാത്ത ബാക്കി 4 ഏതെങ്കിലും ഒന്ന് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്ലേസിൽ എനിക്ക് 4 രീതിയിൽ ഫില്ല് ചെയ്യാം എന്നാണ് മനസ്സിലാകുന്നത്. ദെൻ നോക്കുക, റിപ്പീറ്റേഷൻ അലൗഡ് അല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ച ഡിജിറ്റ് എനിക്ക് അടുത്ത പ്ലേസിലോട്ട് എടുത്തുകൂടാ, പക്ഷേ എനിക്ക് 0 എടുക്കാനായിട്ട് പറ്റും. എന്ന് പറഞ്ഞാൽ അടുത്ത പ്ലേസിലോട്ട് എനിക്ക് 4 പോസിബിലിറ്റീസ് ആണ് ഉള്ളത്. ദെൻ നോക്കുക, അവിടെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അടുത്തിലോട്ട് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ എനിക്ക് 3 പോസിബിലിറ്റീസ് ആണ് ഉള്ളത്. ഇങ്ങോട്ട് വരുമ്പോൾ 2 ആണ്, ഇങ്ങോട്ട് 1 ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്റ്റ് ആണ് നമുക്കവിടെ ആൻസർ ആയിട്ട് കിട്ടുക. നോക്കുക, 4 × 4 × 3 × 2 അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 × 4 അല്ലേ. നമുക്കവിടെ 96 എന്നാണ് കിട്ടുക. അവിടെ ഓപ്ഷൻ ബി ആണ് ഈ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ. 18ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് എ എന്ന് പറഞ്ഞ 3/3 മെട്രിക്സ് ആണെന്നും ബി എന്ന് പറയുന്നത് 3 times A ആണ് എന്നുമാണ് തന്നിരിക്കുക. ഡിറ്റർമിൻ്റെ 5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അഡ്ജോയിൻറ്റ് ബിയുടെ ഡിറ്റർമിനൻറ്റ് ഡിവൈഡ് ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് 3A എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് എഴുതുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു അഡ്ജോയിൻറ്റ് ഓഫ് ബി എന്ന് പറയുന്നത് ആരായിരുന്നു? ബി എന്ന് പറയുന്നത് 3A ആണെന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. സോ ഡിറ്റർമിനൻറ്റ് ഓഫ് അഡ്ജോയിൻറ്റ് 3A എന്ന് പറഞ്ഞു ഡിവൈഡ് ബൈ ഓൾറെഡി അവിടെ ആരുണ്ട്? ഡിറ്റർമിനൻറ്റ് ഓഫ് 3A ഉണ്ട്. അപ്പോൾ നമ്മളവിടെ ഡിറ്റർമിനൻറ്റ് ഓഫ്
അഡ്ജോയിൻറ്റ് എ എന്ന് പറഞ്ഞ് പഠിച്ചിരിക്കുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് റേസ് ടു n-1 എന്നാണ്. എന്ന് പറഞ്ഞാൽ n അവിടെ ഓർഡറാണ്. ഈ കേസിൽ നോക്കുകയാണെങ്കിൽ എ ആയിട്ട് തന്നിരിക്കുന്നതും ബി ആയിട്ട് തന്നിരിക്കുന്നതും 3/3 ആണ്. എന്ന് പറഞ്ഞാൽ ഈ കേസിൽ n എന്ന് പറഞ്ഞാൽ 3 ആയിരിക്കും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ പറഞ്ഞത് ഡിറ്റർമിനൻറ്റ് ഓഫ് അഡ്ജോയിൻറ്റ് ആണ് ഡിറ്റർമിനൻറ്റ് റേസ് ടു n-1 എങ്കിൽ ഇവിടെ എൻ്റെ അടുത്തുള്ളത് എക്ക് പകരം അവിടെ 3 ആണ്. അപ്പോൾ ഞാൻ എഴുതുമ്പോൾ ഡിറ്റർമിനൻറ്റ് ഓഫ് 3യുടെ പവർ n-1 എന്ന് പറഞ്ഞാൽ 3-1 2 എന്ന് എനിക്ക് എഴുതേണ്ടി വരും. ഡിവൈഡ് ബൈ ഇവിടെ ഓൾറെഡി ഡിറ്റർമിനൻറ്റ് ഓഫ് 3a ആണുള്ളത്. എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻറ്റ് ഓഫ് 3a സ്ക്വയറും ഡിറ്റർമിനൻറ്റ് ഓഫ് 3aയുമാണ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഉള്ളതെങ്കിൽ എനിക്ക് ഒരു ഡിറ്റർമിനൻറ്റ് ഓഫ് 3a ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ കട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എനിക്ക് അവിടെ ഡിറ്റർമിനൻറ്റ് ഓഫ് 3a എന്ന് മാത്രമാണ് വരിക. അങ്ങനെ നോക്കുമ്പോൾ ഡിറ്റർമിനൻറ്റ് ഓഫ് k a എന്ന് പറയുന്നത് ആരായിരിക്കണം? ദാറ്റ് ഈസ് ഈക്വൽ ടു k raised to n ടൈംസ് ഡിറ്റർമിനൻറ്റ് ഓഫ് a എന്നാണ് പഠിച്ചിട്ടുണ്ടാവുക. എന്ന് പറഞ്ഞ ഇവിടെ 3 raised to n അല്ലേ? എന്ന് പറഞ്ഞാൽ n ആരായിരുന്നു? 3 ആയിരുന്നു. ഇൻറ്റു ഡിറ്റർമിനൻറ്റ് a എന്ന് പറഞ്ഞു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 27 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഓഫ് a അതാരായിരുന്നു? 5 എന്നാണ് വന്നിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 135 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ആണ് ഈ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ. 19ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ 2 മാട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കിട്ടുന്ന ഒരു കോളം മാട്രിക്സ് ആണ്. അവിടുത്തെ ആദ്യത്തെ 2 എലമെന്റ്സ് ആണ് ആൽഫ ബീറ്റ എന്ന് പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇയാളുടെ ഓർഡർ എന്ന് പറഞ്ഞാൽ ഇതെന്താ? ഇത് 3/2 ആണ് അല്ലേ? ഇവിടെ നോക്കുമ്പോഴോ ഇത് 2/1 ആണ്. എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ആളാരായിരിക്കണം? 3/1 ആയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊഡക്റ്റ് കാണുമ്പോൾ ഇവിടെ -1 വിത്ത് 7 ചെയ്യണം അല്ലേ? എന്ത് കിട്ടി? -7 എന്ന് പറഞ്ഞു. പ്ലസ് നമുക്ക് എന്ത് വേണം? 2 വിത്ത് 8 അല്ലേ? എന്ത് കിട്ടി? അവിടെ നമുക്ക് 16 എന്നാണ് കിട്ടുക. ഇവിടെ 3 × 7 നമുക്ക് 21 എന്ന് പറഞ്ഞു. ദെൻ -4 വിത്ത് 8 അല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -32 എന്നാണ് വരിക. ഇവിടെ ഓട്ടോമാറ്റിക്കലി -35 പ്ലസ് എന്താണ് വന്നത്? 48 ആണ് അല്ലേ? എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് അവിടെ കിട്ടണത് അവിടെ 13 തന്നെയാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ആരായിരുന്നു? ആൽഫ ബീറ്റ ദെൻ 13 എന്നാണ് വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആൽഫ ഈസ് ഈക്വൽ ടു -7 + 16 അല്ലേ? എന്ന് പറഞ്ഞാൽ ആരാ? അത് 9 എന്നാണ് കിട്ടുക. ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 21 - 32 ആണ് അല്ലേ? 21 - 32 എന്ന് പറഞ്ഞാൽ അവിടെ -11 എന്നുമാണ് കിട്ടുക. എങ്കിൽ ആരാണ്? ആൽഫ പ്ലസ് ബീറ്റ എന്നായിരുന്നു ക്വസ്റ്റ്യൻ. എന്ത് കിട്ടി? അവിടെ 9 + -11 എന്നാണ് പറഞ്ഞത്. ദാറ്റ് ഈസ് ഈക്വൽ ടു -2 എന്ന് കിട്ടുമ്പോൾ ഓപ്ഷൻ ഇ ആണ് ഈ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ. 20ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്കൊരു മെട്രിക്സ് സിംഗുലർ മെട്രിക്സ് എന്നാണ് തന്നിരിക്കുക. എങ്കിൽ വാല്യൂ ഓഫ് k എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഒരു മെട്രിക്സ് സിംഗുലർ മെട്രിക്സ് എന്ന് വിളിക്കണമെങ്കിൽ അയാളുടെ ഡിറ്റർമിനന്റ് എന്തായിരിക്കണം? അത് 0 ആയിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് 8 - k ദെൻ 2 - 2 ദെൻ 4 - k അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ആരായിരിക്കണം? അത് 0 ആയിരിക്കണം. ഇവിടെ നമ്മൾ ഡിറ്റർമിനന്റ് കാണാനായിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. 8 - k ഇൻറ്റു ദെൻ 4 - k എന്ന് പറഞ്ഞു. ദെൻ ഇവിടെ -4 എന്നാണ് വരിക അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇവിടെ നമ്മൾ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 32 ദെൻ -8k ദെൻ -4k ദെൻ പ്ലസ് k² പ്ലസ് 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്നാണ് വരിക. അഥവാ k² -12k പ്ലസ് 36 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് വന്നു. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ ഇയാൾ ആരായിരുന്നു? ഇത് k - 6ന്റെ ഹോൾ സ്ക്വയർ ആണ് അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്നാണ് വരിക. എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് k ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടും. ഓപ്ഷൻ എ ആണ് ഈ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ. 21ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന് നോ യുണീക്ക് സൊല്യൂഷൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. എങ്കിൽ വാല്യൂ ഓഫ് m എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ സാധാരണ ഇവിടെ മെട്രിക്സ് എ ഫോം ചെയ്യാറുണ്ടല്ലേ? അവിടെ കോയിഫിഷ്യൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? 1 1 1 അല്ലേ? എന്ന് പറഞ്ഞാൽ XYZന്റെ കോയിഫിഷ്യൻസ് എടുത്തു. ഇവിടെ നമ്മൾ 2 3 -m എന്ന് എടുത്തു. ഇവിടെ വരുമ്പോൾ നമുക്ക് 3 5 ദെൻ 3 എന്ന് കിട്ടി അല്ലേ? ഈ മെട്രിക്സിനെ എ എന്നാണ് എടുക്കുക. ഇയാളുടെ ഡിറ്റർമിനന്റ് 0 അല്ലെങ്കിൽ യൂണീക്ക് സൊല്യൂഷൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഡിറ്റർമിനന്റ് 0 ആണെങ്കിൽ എന്താവും? യൂണീക്ക് സൊല്യൂഷൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഈ ഡിറ്റർമിനന്റ് വാല്യൂ എന്താണ്? അത് 0 ആണ് എന്നാണ് പറഞ്ഞിരിക്കുക. എങ്കിൽ എന്താണ് എമ്മിൻ്റെ വാല്യൂ എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എഴുതി ഡിറ്റർമിനന്റ് 1 1 1 ദെൻ 2 3 -m 3 5 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 1 × 9 ദെൻ പ്ലസ് 5m എന്ന് വന്നിട്ടുണ്ട്. ദെൻ -1 × ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. നമുക്ക് എന്ത് കിട്ടി? 6 ദെൻ മൈനസ് ഓഫ് മൈനസ് അല്ലേ? പ്ലസ് 3m എന്ന് വന്നു. ദെൻ പ്ലസ് 1 × ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 - 9 അല്ലേ? നമുക്ക് അവിടെ 10 - 9 എന്നാണ് കിട്ടുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് വന്നു. എന്ന് പറഞ്ഞാൽ 9 + 5m - 6 - 3m
ദെൻ ഇവിടെ പ്ലസ് 1 into 1 അല്ലേ 1 എന്നാണ് കിട്ടുക, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു. അഥവാ 2m നോക്കുക, ഇവിടെ നമുക്ക് 2m പ്ലസ് 4 അല്ലേ, നമുക്ക് ഇവിടെ 10 മൈനസ് 6 എന്നാണ് വന്നത്. സോ 2m പ്ലസ് 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ 2m എന്ന് പറഞ്ഞാൽ -4 ആണ്. സോ m ഈസ് ഈക്വൽ ടു -4 ഡിവൈഡ് ബൈ 2 അല്ലേ, നമുക്കിവിടെ -2 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ആണ് ഈ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ. 22ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് സെറ്റ് ഓഫ് വാല്യൂസ് ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് നമുക്കൊരു ഇൻഇക്വാലിറ്റി അവിടെ തന്നിട്ടുണ്ട്. അത് നോക്കിയപ്പോൾ -4 ലെസർ ദാൻ ഓർ ഈക്വൽ ടു 2 -3x ലെസ് ദാൻ 7 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കാണണം. അതിന് ആദ്യം ഇവിടെ 2 ഉണ്ടായിരുന്നു. ആ 2 ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യണം, ത്രൂ ഔട്ട് നമ്മൾ -2 ചെയ്യും അല്ലേ. എന്ന് പറഞ്ഞാൽ -4 -2 ലെസർ ദാൻ ഓർ ഈക്വൽ ടു -3x ലെസ് ദാൻ 7 -2 എന്നാണ് വരിക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടി, -6 ലെസർ ദാൻ ഓർ ഈക്വൽ ടു -3x ലെസ് ദാൻ 5 എന്നാണ് വരിക. ഇനി എന്ത് ചെയ്യണം, ഇവിടുത്തെ -3 ക്യാൻസൽ ആയിട്ട് പോകണം അല്ലേ. എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ത്രൂ ഔട്ട് -3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഇവിടെ -6 ഡിവൈഡ് ബൈ -3 എന്ന് വരും. ഇവിടെ എക്സ് എന്ന് വരും. ഇവിടെ നമുക്ക് എന്ത് കിട്ടും, 5 ഡിവൈഡ് ബൈ -3 എന്നാണ് വരിക. അപ്പോൾ നോക്കുക, ഒരു ഇൻഇക്വാലിറ്റീനെ ഒരു നെഗറ്റീവ് നമ്പർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഇക്വാലിറ്റിയുടെ സൈൻ റിവേഴ്സ് ചെയ്യണം എന്നാണ് പറയുക. എന്ന് പറഞ്ഞ് എടുത്ത് തിരിഞ്ഞിട്ട് ആരാകണം, ഇയാൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയണം. ഈ ലെസ് ദാൻ മാറിയിട്ട് എന്ത് പറയണം, ഗ്രേറ്റർ ദാൻ എന്ന് പറയണം. അപ്പോൾ ഇവിടെ കട്ട് ചെയ്യുമ്പോൾ 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് അല്ലേ, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ -5/3 എന്ന് വരും. എന്ന് പറഞ്ഞാൽ -5/3 മുതൽ 2 വരെയാണ് എക്സുകൾ വരിക. ഇവിടെ ഈക്വൽ സൈൻ ഉള്ളതുകൊണ്ട് ഇവിടെ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആയിരിക്കും, ഇവിടെ ഈക്വൽ ഇല്ല, അതുകൊണ്ട് ഇത് ഓപ്പൺ ബ്രാക്കറ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എക്സ് ബിലോങ്സ് ടു -5/3 മുതൽ എന്ത് വരെ, ക്ലോസ്ഡ് ഇന്റർവൽ 2 വരെ എന്നാണ് കിട്ടുക. എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഡി ആണ് ഈ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ. 23ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് -5 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1 എന്നാണ്. ദെൻ അതിന് ശേഷം ഇവിടെ നമുക്ക് ഇയാളെ മാറ്റി എഴുതിയിരിക്കുകയാണ്, -21 ലെസ് ദാൻ 5x + 4 ലെസർ ദാൻ ഓർ ഈക്വൽ ടു ബി എന്നാണ്. എങ്കിൽ ബിയുടെ വാല്യൂ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ, ലീസ്റ്റ് വാല്യൂ ബി എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കുക, ഇവിടെ എക്സിൻ്റെ അടുത്തൊരു 5 വന്നിട്ടുണ്ട്. അപ്പോൾ അത് കൊണ്ടുവരാൻ എന്ത് ചെയ്യണം, ഈ ഇൻഇക്വാലിറ്റി നമ്മൾ ത്രൂ ഔട്ട് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. സോ -5 × 5 ലെസ് ദാൻ 5x എന്ന് വന്നു, ലെസർ ദാൻ ഓർ ഈക്വൽ ടു -1 × 5 -5 എന്നാണ് വരിക. എന്ന് പറഞ്ഞാൽ -25 ലെസ് ദാൻ 5x ലെസർ ദാൻ ഓർ ഈക്വൽ ടു -5 എന്ന് കിട്ടി. ഇനി നോക്കുക, ഇവിടെ നമുക്ക് ആരുണ്ട്, +4 ഉണ്ട് അല്ലേ. എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ഞാൻ എന്ത് ചെയ്യണം, 4 ആഡ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ -25 + 4 ലെസ് ദാൻ 5x + 4 ലെസർ ദാൻ ഓർ ഈക്വൽ ടു -5 + 4 എന്നാണ് വന്നിരിക്കുക. എന്ന് പറഞ്ഞാൽ ഇയാൾ ആരായി, -21 ലെസ് ദാൻ 5x + 4 എന്ന് വന്നു, ലെസർ ദാൻ ഓർ ഈക്വൽ ടു -1 എന്നാണ് കിട്ടിയിരിക്കുക. അങ്ങനെ വരുമ്പോൾ നോക്കുക, ഈ സൈഡിലുള്ള -1 അല്ലേ, ഈ -1 എന്ന് പറയുന്നതാണ് ലീസ്റ്റ് വാല്യൂ ഓഫ് ബി എന്ന് പറയാനായിട്ട് പറ്റി. എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഇ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. 24ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് tan 15 ഡിഗ്രി + tan 75 ഡിഗ്രിയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇയാളെ tan 15 ഡിഗ്രീനെ അങ്ങനെ തന്നെ നിർത്തി. പക്ഷേ tan 75നെ ഞാൻ കൊണ്ടുപോയിട്ട് tan ഓഫ് 90 - 15 എന്ന് എഴുതാണ്. എന്ന് പറഞ്ഞാൽ 75ന് പകരം ഞാൻ എന്ത് ചെയ്തു, 90 - 15 എന്ന് എഴുതി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് tan 15 തന്നെയാണ് അല്ലേ, tan 15 ഡിഗ്രിയാണ് പ്ലസ് tan 90 - θ അല്ലേ, അതാരാ, അത് കോട്ട് തീറ്റയാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായി, ഇത് കോട്ട് 15 ഡിഗ്രി എന്ന് വന്നു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു tan 15 ഡിഗ്രി പ്ലസ് കോട്ട് 15 എന്ന് പറഞ്ഞാൽ ആരാ, അത് 1/tan 15 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നില്ലെങ്കിൽ tan 15 ഡിഗ്രിയുടെ വാല്യൂ ഡയറക്റ്റ് അറിയാമെങ്കിൽ അത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് കിട്ടി, tan × tan അല്ലേ, tan സ്ക്വയർ 15 ഡിഗ്രി പ്ലസ് 1 × 1 എന്ന് വന്നു, ഓൾ ഡിവൈഡ് ബൈ ആരായി tan 15 ഡിഗ്രി എന്ന് വന്നു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, നമ്മൾ അവിടെ ഫോർമുല പഠിച്ചിട്ടുണ്ട്, 2 tan θ ഡിവൈഡ് ബൈ 1 + tan സ്ക്വയർ θ ആരാ, അത് sin 2θ ആണ്. എന്ന് പറഞ്ഞാൽ 2 താഴെ ഉണ്ടായിരുന്നെങ്കിൽ ഇയാൾ sin 2θയുടെ റെസിപ്രോക്കൽ അഥവാ sin 2 × 15ന്റെ റെസിപ്രോക്കൽ ആണ് എന്ന് പറയാം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ 2 മൾട്ടിപ്ലൈ ചെയ്തു. ഇതിനെ മാറ്റി വേണമെങ്കിൽ 1 + tan സ്ക്വയർ 15 എഴുതാം അല്ലേ, ഡിവൈഡഡ് ബൈ താഴെ ഉണ്ടായിരുന്ന ടാനിൻ്റെ കൂടെ നമ്മൾ ഒരു 2 മൾട്ടിപ്ലൈ ചെയ്തു. സോ 2 tan 15 ഡിഗ്രി എന്ന് വന്നു. അപ്പോൾ എന്തായി, ഇത് ഈ 2 മാറ്റി നിർത്തി കഴിഞ്ഞാൽ 2 tan θ ഡിവൈഡ് ബൈ 1 + tan സ്ക്വയർ θ എന്ന ഫോമിൽ എന്ന് പറഞ്ഞാൽ സൈൻ്റെ റെസിപ്രോക്കൽ ആയിട്ടാണ് ഇയാൾ വന്നിരിക്കുക. എന്ന് പറഞ്ഞാൽ ഇയാൾ എനിക്ക് ഈ 2 അവിടെ ഉണ്ടായിരുന്നു, ബാക്കിയുള്ള ആളാരായിട്ട് വന്നു, സൈൻ 2 × 15 ഡിഗ്രി എന്ന് എഴുതാനായിട്ട് പറ്റി. എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു
2 ഡിവൈഡ് ബൈ സൈൻ 30 ഡിഗ്രി എന്നല്ലേ വന്നിരിക്കുന്നത്. സോ സൈൻ 30 ആരായിരുന്നു? അത് 1/2 ആയിരുന്നു. അപ്പോൾ ഈ 2 മുകളിലോട്ട് വന്നാൽ 2 × 2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. 25ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് എക്സ് പ്ലസ് സെഡ് എന്ന് പറയുന്നത് 2y എന്ന് തന്നിട്ടുണ്ട്. y എന്ന് പറഞ്ഞാൽ അവിടെ π/4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. പിന്നെ ആരാ? ടാൻ എക്സ് ടാൻ വൈ ഇൻറ്റു ടാൻ സെഡിൻ്റെ വാല്യൂ എന്തെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കുക, ഇവിടെ എക്സ് പ്ലസ് സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈംസ് വൈ അല്ലേ. എന്ന് പറഞ്ഞാൽ 2 ടൈംസ് π/4 ആണെന്ന് അറിയാം. എന്ന് പറഞ്ഞാൽ π/2 എന്ന് നമുക്ക് അവിടെ കിട്ടും. സോ എക്സ് പ്ലസ് സെഡ് കണ്ടുപിടിച്ചാൽ π/2 എന്നാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറഞ്ഞൂടെ, അവിടെ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് π/2 മൈനസ് സെഡ് ആണെന്ന് പറയാം അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് ടാൻ ഉണ്ട്. അതുകൊണ്ട് ടാൻ എക്സ് കാണാനായിട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു ആരെന്ന് എഴുതാം? ദാറ്റ് ഈസ് ടാൻ ഓഫ് π/2 മൈനസ് സെഡ്. അപ്പോൾ നോക്കുക, എനിക്ക് അവിടെ ടാൻ ഉള്ളത് കൊണ്ട് ഞാൻ രണ്ട് സൈഡിലും ടാൻ എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് അവിടെ നിന്നും കിട്ടണത് ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ ടാൻ π/2 മൈനസ് സെഡ് എന്നാണ് അല്ലേ. ആരാ ടാൻ π/2 മൈനസ് തീറ്റ? അത് കോട്ട് തീറ്റയാണ്. എങ്കിൽ എനിക്ക് ഇവിടെ എന്ത് കിട്ടണം? അത് കോട്ട് സെഡ് എന്ന് കിട്ടണം. അഥവാ ടാൻ എക്സ് ഇസ് ഈക്വൽ ടു കോട്ട് സെഡ് എന്ന് പറഞ്ഞാൽ ആരാ? 1/ടാൻ സെഡ് ആണ്. അപ്പോൾ അയാൾ ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ എനിക്ക് അവിടെ ടാൻ എക്സ് ഇൻറ്റു ടാൻ സെഡ് എന്ന് പറയുന്നത് ആരാന്ന് കിട്ടി? 1 ആണെന്ന് കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആരായിരുന്നു? ടാൻ എക്സ് ഇൻറ്റു ടാൻ വൈ ഇൻറ്റു ടാൻ സെഡ് ആണ് അല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനവിടെ പോയിട്ട് ടാൻ എക്സ് ഇൻറ്റു ഈ ഓർഡർ മാറ്റി എഴുതി കഴിഞ്ഞാൽ എനിക്ക് ഇയാളെ ടാൻ സെഡ് എന്ന് എഴുതി കൂടെ. ഞാൻ എന്ത് ചെയ്തു? രണ്ടാമത് ടാൻ സെഡ് എഴുതി. ഇൻറ്റു എനിക്ക് ആര് വേണം? ടാൻ വൈ ഉണ്ടായിരിക്കണം അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവർ ഓൾറെഡി എന്തായിട്ട് കിട്ടി? 1 ആണെന്ന് കിട്ടി അല്ലേ. ഇൻറ്റു ടാൻ വൈ. ആരായിരുന്നു വൈ എന്ന് നോക്കുക? വൈ ഇവിടെ π/4 ആയിരുന്നു. സോ 1 ഇൻറ്റു ടാൻ π/4 എന്ന് വരും. ടാൻ π/4 1 ആയിരുന്നു. സോ 1 ഇൻറ്റു 1 1 എന്ന് കിട്ടുമ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ 25ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ. 26ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് സൈൻ എക്സ് പ്ലസ് സൈൻ വൈ ഈക്വൽ ടു എ എന്ന് തന്നിട്ടുണ്ട്. കോസ് എക്സ് പ്ലസ് കോസ് വൈ ബി എന്ന് തന്നിട്ടുണ്ട്. എക്സ് പ്ലസ് വൈ 2π/3 ആണ്. എങ്കിൽ a/bയുടെ വാല്യൂ എന്തെന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ a/b എഴുതാം. a/b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ആരായിരുന്നു? എ എന്ന് പറയുന്നത് സൈൻ എക്സ് പ്ലസ് സൈൻ വൈ ആയിരുന്നു. ബി എന്ന് പറയുന്നത് അത് കോസ് എക്സ് പ്ലസ് കോസ് വൈ ആണ് അല്ലേ. അപ്പോൾ നമ്മളവിടെ സൈൻ എക്സ് പ്ലസ് സൈൻ വൈയുടെ ഫോമുല പഠിച്ചിട്ടുണ്ട് അല്ലേ. അതാരാണ്? അത് 2 സൈൻ ഓഫ് എക്സ് പ്ലസ് y/2 അല്ലേ. 2 സൈൻ ഓഫ് എക്സ് പ്ലസ് y/2 ദെൻ കോസ് ഓഫ് എക്സ് മൈനസ് y/2 എന്നാണ് പഠിച്ചിട്ടുള്ളത്. ഡിവൈഡ് ബൈ ഇവിടെ നമുക്ക് കോസ് എക്സ് പ്ലസ് കോസ് വൈ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2 ടൈംസ് കോസ് ഓഫ് എക്സ് പ്ലസ് y/2 ഇൻറ്റു കോസ് ഓഫ് എക്സ് മൈനസ് y/2 എന്നാണ് പഠിച്ചിരിക്കുക. അപ്പോൾ നോക്കുക, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമുക്ക് 2 ക്യാൻസൽ ചെയ്ത് കളയാനായിട്ട് പറ്റി. അതോടൊപ്പം കോസ് ഓഫ് എക്സ് മൈനസ് y/2 കോസ് ഓഫ് എക്സ് മൈനസ് y/2 അല്ലേ. ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിലും നമ്മൾ ക്യാൻസൽ ചെയ്തു. പിന്നെ നോക്കിയപ്പോൾ ഇവിടെ ആരാ ഉള്ളത്? സൈൻ ഓഫ് എക്സ് പ്ലസ് y/2 ഡിവൈഡ് ബൈ കോസ് ഓഫ് എക്സ് പ്ലസ് y/2 ആണ്. അതിനെനിക്ക് ടാൻ ഓഫ് എക്സ് പ്ലസ് y/2 എന്ന് എഴുതാനായിട്ട് പറ്റി. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഓഫ് ഇവിടെ നോക്കാം, നമുക്ക് എക്സ് പ്ലസ് വൈ തന്നിട്ടുണ്ട്. അതാരാ? 2π/3 ആണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ 2π/3 ദെൻ ഡിവൈഡ് ബൈ 2 എന്നാണ് ഉണ്ടായിരുന്നത്. 2 കട്ട് ചെയ്ത് പോയപ്പോൾ നമുക്കിവിടെ ടാൻ π/3 എന്ന് വന്നു അല്ലേ. ടാൻ π/3 അഥവാ ടാൻ 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അത് √3 എന്നാണ് കിട്ടുക. എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ് ഈ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ. 27ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് സൈൻ ആൽഫ ഈക്വൽ ടു 12/13 എന്ന് തന്നിട്ടുണ്ട്. ആൽഫ എന്ന് പറയുന്നത് π/2നും 3π/2നും ഇടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രന്റിലും തേർഡ് ക്വാഡ്രന്റിലും ആണ് എന്നാണ് പറഞ്ഞിരിക്കുക. എങ്കിൽ എന്താണ് ടാൻ ആൽഫ എന്നാണ് ചോദ്യം അല്ലേ. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ സൈൻ ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളിവിടെ ഏതൊരു ആംഗിളിൽ ആൽഫ എന്ന് എടുത്തു. ഓപ്പോസിറ്റ് 12 ആണ്, ഹൈപ്പോട്ടനസ് 13 ആണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 5 എന്ന് കിട്ടും അല്ലേ. 5/0 ഉപയോഗിക്കും 5 എന്നാണ് കിട്ടുക. ഇത് നോക്കുക, നമുക്ക് വേണ്ട ആരാ? ടാൻ ആൽഫയാണ്. അപ്പോൾ ടാൻ ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വാല്യൂ എടുക്കുമ്പോൾ എന്താ കിട്ടുന്നത്? 12 ഡിവൈഡ് ബൈ 5 എന്നാണ് കിട്ടുക. എനിവേ സെക്കൻഡ് ക്വാഡ്രന്റിൽ ടാൻ ആരാണ്? നെഗറ്റീവ് ആണ്. അപ്പോൾ എന്ത് സംഭവിക്കാം? അവിടെ നമുക്ക് -12/5 വന്നു എന്ന് പറയാം. ഇനി തേർഡ് ക്വാഡ്രന്റ് നോക്കുകയാണെങ്കിൽ അവിടെ ടാൻ പോസിറ്റീവ് ആണ് അല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12/5 വരണമായിരുന്നു. ഓപ്ഷൻസിൽ നമുക്ക് അവിടെ -12/5 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. 28ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് 2x ഡിവൈഡ് ബൈ 1 - x² എന്നാണ് തന്നിരിക്കുക. എങ്കിൽ എഫ് ഓഫ് 1/√3 എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 2x ഡിവൈഡ് ബൈ 1 - x² എന്നാണ്. അപ്പോൾ നമ്മളവിടെ ഐഡന്റിറ്റി പഠിച്ചിട്ടുള്ളത് ടാൻ ഇൻവേഴ്സ് 2x ഡിവൈഡ് ബൈ 1 - x² എന്ന് പറഞ്ഞാൽ അതാരായിരുന്നു? അത് 2 ടാൻ ഇൻവേഴ്സ് x ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം ദാറ്റ് ഈസ് 2 ടാൻ ഇൻവേഴ്സ് x ആണെന്ന് പറയാം. നമുക്ക് വേണ്ടത് ആരായിരുന്നു? എഫ് ഓഫ് 1/√3 ആണ് അല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടാൻ
ഇൻവേഴ്സ് അല്ലേ, 2 ടൈംസ് ടാൻ ഇൻവേഴ്സ് 1/√3 എന്നാണ് പറഞ്ഞിരിക്കുക. സോ 2 ടൈംസ് അവിടെ എന്ത് കിട്ടും നമുക്കിവിടെ 30 ഡിഗ്രി അഥവാ 5/6 ആണ് ടാൻ ഇൻവേഴ്സ് 1/√3 എന്ന് പറയുന്നത്. 2 ടൈംസ് 5/6 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി 5/3 എന്ന് വരും എന്ന് പറഞ്ഞ ഓപ്ഷൻ സി ആണ് ഈ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ. 29ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് 5 ടൈംസ് സൈൻ ഇൻവേഴ്സ് ആൽഫ പ്ലസ് 3 ടൈംസ് കോസ് ഇൻവേഴ്സ് ആൽഫ പൈ എന്ന് തന്നിട്ട് ആൽഫ എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കുക, നമുക്ക് ഇവിടെ സൈൻ ഇൻവേഴ്സ് ആൽഫ പ്ലസ് കോസ് ഇൻവേഴ്സ് ആൽഫ π/2 ആണെന്ന് അറിയാം. അതുകൊണ്ട് ഇവിടെ 3 കോസ് ഇൻവേഴ്സ് ആൽഫ ഉള്ളത് കൊണ്ട് ഈ 5 സൈൻ ഇൻവേഴ്സ് ആൽഫയെ നമുക്ക് 2 സൈൻ ഇൻവേഴ്സ് ആൽഫ പ്ലസ് നമുക്ക് എന്ത് ചെയ്യാം 3 സൈൻ ഇൻവേഴ്സ് ആൽഫ എന്ന് എഴുതാം. പ്ലസ് ഇവിടെ നമുക്ക് 3 കോസ് ഇൻവേഴ്സ് ആൽഫ ഉണ്ടായിരുന്നു, ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ എന്നാണ് തന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ 2 സൈൻ ഇൻവേഴ്സ് ആൽഫ പ്ലസ് 3 ടൈംസ് അല്ലേ, ഇവിടെ 3 പുറത്തെടുത്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു, സൈൻ ഇൻവേഴ്സ് ആൽഫ പ്ലസ് കോസ് ഇൻവേഴ്സ് ആൽഫ എന്നല്ലേ വന്നത്, ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ അല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2 സൈൻ ഇൻവേഴ്സ് ആൽഫ പ്ലസ് 3 ടൈംസ് അല്ലേ, ഇവിടെ സൈൻ ഇൻവേഴ്സ് ആൽഫ പ്ലസ് കോസ് ഇൻവേഴ്സ് ആൽഫ എന്ന് പറയുന്നത് π/2 ആയിട്ട് മാറി, ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ എന്ന് വന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സൈൻ ഇൻവേഴ്സ് ആൽഫ എന്ന് പറയുന്നത് പൈ മൈനസ് അല്ലേ, ഇവിടെ നോക്കുക 3 ടൈംസ് π/2 എന്ന് പറഞ്ഞത് 3 π/2 ആണ്, അത് ഇവിടെ പ്ലസ് ആയിരുന്നു, റൈറ്റ് ചെന്നപ്പോൾ മൈനസ് എന്ന് കിട്ടി അല്ലേ, അവിടെ നമുക്ക് 3 π/2 വന്നു. അഥവാ 2 സൈൻ ഇൻവേഴ്സ് ആൽഫ എന്ന് പറയുന്നത് ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, നമുക്കവിടെ മൈനസ് π/2 എന്നാണ് കിട്ടുക. ഈ 2നെ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കവിടെ സൈൻ ഇൻവേഴ്സ് ആൽഫ എന്ന് പറഞ്ഞാൽ മൈനസ് π/4 എന്ന് പറഞ്ഞു. അപ്പോൾ ആൽഫ എന്ന് പറഞ്ഞാൽ ആരാകണം, ദാറ്റ് ഈസ് സൈൻ ഓഫ് മൈനസ് π/4 ആണല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് മൈനസ് സൈൻ π/4 ആണ്. കാരണം എന്താ, സൈൻ ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ നമുക്കവിടെ മൈനസ് സൈൻ π/4 എന്ന് കിട്ടി. സൈൻ π/4 1/√2 ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മൈനസ് 1/√2 എന്ന് പറഞ്ഞ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ക്വസ്റ്റിന്റെ ആൻസർ. 30ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് ഓഫ് റൂട്ട് ഓഫ് 1 - x ഡിവൈഡ് ബൈ 1 + x എന്നാണ് തന്നിരിക്കുക. എങ്കിൽ sec² തീറ്റ ആര് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് കോട്ട് തീറ്റ എഴുതുകയാണെങ്കിൽ കോട്ട് തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 - x ഡിവൈഡ് ബൈ 1 + x എന്ന് എഴുതാനായിട്ട് പറ്റും അല്ലേ. കാരണം എന്താ, തീറ്റ എന്ന് പറഞ്ഞാൽ കോട്ട് ഇൻവേഴ്സ് ഓഫ് ഇയാളെന്നാണ് തന്നിരുന്നത്. അപ്പോൾ എന്ത് കിട്ടി, കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ അയാളല്ലേ, റൂട്ട് ഓഫ് 1 - x ഡിവൈഡ് ബൈ 1 + x എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, വേണമെങ്കിൽ സീക്ക് തീറ്റ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതിന് എന്ത് ചെയ്യാൻ പറ്റും, ട്രയാങ്കിൾ വരച്ചാൽ മതി അല്ലേ. ട്രയാങ്കിൾ എടുത്തു, അവിടെ പോയിട്ട് ഒരു ആംഗിളിന് തീറ്റ എന്നെടുത്തു. കോട്ട് എന്ന് പറയുമ്പോൾ അഡ്ജസന്റ് അല്ലേ, അപ്പോൾ ഇയാളെന്താ റൂട്ട് ഓഫ് 1 - x ഡിവൈഡ് ബൈ ഓപ്പോസിറ്റ് ആയിരുന്നു, അപ്പോൾ ഇയാളെന്താ റൂട്ട് ഓഫ് 1 + x എന്ന് പറഞ്ഞു. പൈതഗോറസ് തിയറം ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യണം, റൂട്ട് ഓഫ് ഇവരുടെ സ്ക്വയേഴ്സിന്റെ സമ്മാണ് അല്ലേ. ഇയാളുടെ സ്ക്വയർ കാണുമ്പോൾ 1 + x എന്ന് വന്നു, ഇയാളുടെ സ്ക്വയർ കാണുമ്പോൾ 1 - x എന്ന് വന്നു. അതിന്റെ സം ചെയ്തിട്ട് എന്ത് ചെയ്യണം, റൂട്ട് കാണണം അല്ലേ. എന്ന് പറഞ്ഞാൽ ഇവിടെ x - x പോയി, ഇയാളാരാ √2 എന്നാണ് കിട്ടിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ സീക്ക് തീറ്റ എടുക്കുമ്പോൾ √2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 - x എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടിന്യൂസ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് എന്നാണ് വരിക. അപ്പോൾ നമുക്ക് ഇവിടെ √2 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 - x എന്നാണ് വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ sec² തീറ്റ കാണുമ്പോൾ ഇയാളുടെ സ്ക്വയർ വരണം, √2ന്റെ സ്ക്വയർ 2 എന്ന് കിട്ടി. ഇവിടെ റൂട്ട് ഓഫ് 1 - xന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 - x എന്ന് വരും. സോ 2 ഡിവൈഡ് ബൈ 1 - x എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. 31ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് ഒരു ഇക്വേഷൻ ഓഫ് ലൈൻ തന്നിട്ടുണ്ട് അല്ലേ, x + by + c = 0 എന്നാണ് തന്നിരിക്കുക. അയാൾ -10 7 എന്ന് പറഞ്ഞ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം ആ ലൈൻ വേറെ ലൈനോട് പെർപെൻഡിക്കുലർ എന്നുമാണ് പറഞ്ഞിരിക്കുക അല്ലേ. എങ്കിൽ വാല്യൂ ഓഫ് c കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഇക്വേഷനൊക്കെ കണ്ടുപിടിച്ചേക്കാം അല്ലേ. അതിന് വേണ്ടിയിട്ട് നോക്കുമ്പോൾ തന്നിരിക്കുന്ന ലൈൻ നോക്കി അയാളുടെ സ്ലോപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, നെഗറ്റീവ് ഓഫ് a/b അഥവാ നെഗറ്റീവ് ഓഫ് കോയിഫിഷ്യന്റ് ഓഫ് x ബൈ കോയിഫിഷ്യന്റ് ഓഫ് y എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഇവിടെ നെഗറ്റീവ് ഓഫ് ഇവിടെ കോയിഫിഷ്യന്റ് ഓഫ് x എന്ന് പറഞ്ഞാൽ 11 ആയിരുന്നു, വൈയുടെ കോയിഫിഷ്യന്റ് -7 ആയിരുന്നു. സോ 11/7 ആണ് തന്നിരിക്കുന്ന ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ലൈനിന്റെ സ്ലോപ്പിന് എടുക്കുമ്പോൾ അയാൾ ഇതിന്റെ നെഗറ്റീവ് റെസിപ്രോക്കൽ ആവണ്ടേ. കാരണം എന്താ, ആ ഒരു രണ്ടുപേരും പെർപെൻഡിക്കുലർ എന്നാണ് തന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞ ഇവിടെ -7 ഡിവൈഡ് ബൈ 11 എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ട ലൈനിന്റെ സ്ലോപ്പായിട്ട് തന്നിരിക്കുക. ഇനി നോക്കുക, പോയിന്റ് എന്ന് പറയുന്ന ആരായിരുന്നു, അത് -10,7 ആയിരുന്നു. അപ്പം നമുക്കവിടെ പോയിന്റും സ്ലോപ്പും അറിയാമെങ്കിൽ y - y1 ദാറ്റ് ഈസ് ഈക്വൽ ടു m ഇൻറ്റു അല്ലേ, m ഇൻറ്റു എന്ത് ചെയ്യണം, x - x1 എന്ന് പറഞ്ഞാൽ ഫോർമുലയ്ക്കകത്ത് കൊടുക്കണം. ഈ 11 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 11 ടൈംസ് y - 7
ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് -7x ഇത് ഓൾറെഡി പ്ലസ് ആയിട്ടുണ്ടായിരിക്കും. പിന്നെ ഈ -7 അകത്ത് വരുമ്പോൾ എന്തായി -70 എന്നാണ് നമുക്ക് കിട്ടുക. എന്ന് പറഞ്ഞാൽ ഇവിടെ 11 - 77 ദാറ്റ് ഈസ് ഈക്വൽ ടു -7x ദെൻ -70 എന്നാണ് കിട്ടുന്നത് അല്ലേ. സിംപ്ലിഫൈ ചെയ്യാനായിട്ട് നോക്കുമ്പോൾ ആ 7x ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് പ്ലസ് ആക്കാനായിട്ട് പറ്റി. ഇവിടെ ഓൾറെഡി +11y ആയിരുന്നു. ദെൻ ഇവിടെ -77ഉം ദെൻ -70 ഇങ്ങോട്ട് വന്നാൽ പ്ലസ് ആകും അല്ലേ എന്ന് പറഞ്ഞ് ബാക്കി ആരാ ഉള്ളത് -7 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്നുമാണ് കിട്ടുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കമ്പയർ ചെയ്യുമ്പോൾ സി ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പം എന്താ, അത് -7 ആണ്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. 32ാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ട്രയാങ്കിൾ ABC എന്ന് പറയുന്ന ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കോർഡിനേറ്റ്സ് ഓഫ് എ തന്നിട്ടുണ്ട്. അതിനുശേഷം BCയുടെ അവിടുത്തെ ലൈൻ അല്ലെ BC എന്ന് പറഞ്ഞ സൈഡിന്റെ ലൈൻ തന്നിട്ടുണ്ട്. എങ്കിൽ ലെങ്ത് ഓഫ് സൈഡ് ഓഫ് ട്രയാങ്കിൾ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ട്രയാങ്കിൾ വരച്ച് നോക്കാം അല്ലെ. ട്രയാങ്കിൾ ABC നമുക്ക് അവിടെ ഉണ്ടാക്കാം. ഇയാളെ ഞാൻ A എടുത്തു, ഇയാളെ ഞാൻ B എടുത്തു, ഇയാളെ C എടുത്തു. A എന്ന് പറയുന്നത് -2,2 ആയിരുന്നു. അവിടെ BCയുടെ സൈഡ് എന്ന് പറയുന്നത് x + y ദാറ്റ് ഈസ് ഈക്വൽ ടു 6 അഥവാ -6 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാനായിട്ട് പറ്റി. എങ്കിൽ ലെങ്ത് ഓഫ് സൈഡ് ആണ് ചോദ്യം അല്ലേ. എന്ന് പറഞ്ഞാൽ ഈ സൈഡ് കണ്ടുപിടിക്കണം. നമുക്ക് അയാളെ A എടുക്കാം. എന്നിട്ട് ഇവിടെ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇയാൾ പെർപെൻഡിക്കുലർ ആയിരിക്കില്ലേ. അങ്ങനെ വന്നാൽ ആ ഡിസ്റ്റൻസ് കാണാനായിട്ട് നമുക്ക് ഫോർമുലയുണ്ട്. ഈ പോയിന്റിൽ നിന്നും ഈ ലൈനിലോട്ട് ഡിസ്റ്റൻസ് കിട്ടിയാൽ മതി അല്ലേ. നമുക്ക് അയാളെ L എന്നോ അല്ലെങ്കിൽ H എന്നോ D എന്നോ എന്തെങ്കിലും എടുക്കാം അല്ലേ. ഞാൻ അയാളെ L എന്ന് എടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടി, ആ L എന്ന് പറയുന്നത് ഇവിടെ ഉള്ള പോയിന്റിൽ നിന്നും ലൈനിലോട്ട് ഡിസ്റ്റൻസ് ആണ്. അത് കാണാനായിട്ട് എന്താ ചെയ്യുക, mod of ax1 + by1 + c / √a² + b² എന്ന് പറഞ്ഞ ഫോർമുലയുണ്ട്. അപ്പോൾ നോക്കി ഇവിടെ എക്സിന് പകരം ആരെ കൊടുക്കണം, -2 കൊടുക്കണം. വൈക്ക് പകരം ആരെ കൊടുക്കണം, അവിടെ 2 കൊടുക്കണം. ഇവിടെ -6 ആയിരുന്നു, അതിന് എഴുതി √a² എന്ന് പറഞ്ഞ എക്സിന്റെ കോയിഫിഷ്യന്റ് അതിന്റെ സ്ക്വയർ അല്ലേ. ഇവിടെ ആരായി +1² എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടി, mod of -6 / √2 എന്നാണ് കിട്ടുക. അഥവാ 6/√2 എന്ന് കിട്ടി. വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ 6നെ നമുക്ക് 3 × 2 എന്ന് എഴുതാം. /√2 ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യാം, √2 കട്ട് ചെയ്താൽ നമുക്ക് ഇയാളെ 3√2 എന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. നമുക്ക് ആരെ വേണ്ടേ, സൈഡാണ് വേണ്ടത്. അയാളെ ആണ് ഇക്വലാറ്റർ ട്രയാങ്കിൾ ആകുമ്പോൾ ഇതിനെ നമുക്ക് 60 ഡിഗ്രി നിർത്തൂടെ. അപ്പൊ നോക്കുക, ഇവിടെ എല്ലാം അറിയാം. A കണ്ടുപിടിക്കണമെങ്കിൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിനസ് അല്ലേ. അപ്പൊ എന്ത് ചെയ്യാം, അവിടെ പോയിട്ട് sin 60 എടുക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sin 60 ദാറ്റ് ഈസ് ഈക്വൽ ടു L / A എന്നല്ലേ വരുന്നത്. അപ്പൊ നോക്കുക, sin 60 ആരായിരുന്നു, അത് √3/2 ആയിരുന്നു. L എന്ന് പറഞ്ഞ് കിട്ടിയത് അത് 3√2 ആയിരുന്നു. ഡിവൈഡ് ബൈ A എന്ന് വരും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ A ഈസ് ഈക്വൽ ടു 3√2 × 2 ഡിവൈഡഡ് ബൈ √3 എന്നാണ് വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ പോയിട്ട് √3 കട്ട് ചെയ്താൽ ഇയാൾ √3 എന്ന് വരും. സോ A ഈസ് ഈക്വൽ ടു √3 × √2 ആരാവും, √6 ആകും. പുറത്തൊരു 2 ഉണ്ടായിരുന്നു, 2√6 എന്ന് കിട്ടും. അയാളാണ് ഇവിടുത്തെ സൈഡ് ലെങ്ത് അഥവാ ഓപ്ഷൻ ഇ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. 33ാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് ഒരു പരാബോളയുടെ ഫോക്കസ് കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ പരാബോള നോക്കിയപ്പോൾ അവിടെ വെർട്ടെക്സ് ഒറിജിൻ ആയിട്ടുള്ള പരാബോളയല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് ഇക്വേഷൻ എഴുതാം, x² - 4x നോക്കിയപ്പോൾ ഇവിടെ +4 അവിടെ നിർത്തിയേക്കാം അല്ലേ, ആവശ്യമുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു -8y എന്ന് എഴുതാം. എന്തിനാ അങ്ങനെ എഴുതിയത്, ലെഫ്റ്റിൽ നോക്കിയപ്പോൾ ഓൾറെഡി a² - 2ab + b² ഫോർമുല ആണ്. ഇയാൾ എനിക്ക് x - 2² എന്ന് എഴുതാനായിട്ട് പറ്റി. ഇയാൾ എനിക്ക് -8 ദെൻ y - 0 എന്ന് എഴുതാനായിട്ട് പറ്റി. അങ്ങനെ എഴുതുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള പരാബോള അല്ലെ എന്ന് പറഞ്ഞാൽ x - h² ദാറ്റ് ഈസ് ഈക്വൽ ടു -4a × y - k ഫോർമുല ഉള്ള ആളാണ്. അപ്പോൾ അവിടുത്തെ വെർട്ടെക്സ് ആണ് h, k എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വെർട്ടെക്സ് ഓഫ് പരാബോള എഴുതുകയാണെങ്കിൽ അതാരായിരിക്കും, അത് 2,0 ആയിരിക്കും. പക്ഷെ നമുക്ക് ചോദിച്ചാൽ എന്താ, ഫോക്കസ് ആ കണ്ടുപിടിക്കണ്ടേ അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെയുള്ള സ്മോൾ x - 2നെ വല്ല ക്യാപിറ്റൽ X എന്ന് കൊടുക്കുക. അതിനുശേഷം ഇവിടെയുള്ള സ്മോൾ y - 0 അഥവാ ഇവിടെ y തന്നെയാണ്, അതിനെ ക്യാപിറ്റൽ Y എന്ന് കൊടുക്കുക. അങ്ങനെ വന്നപ്പോൾ എൻ്റെ ഇക്വേഷൻ ആരായിട്ട് മാറി, ഇവിടെയുള്ള ഇക്വേഷൻ x² ദാറ്റ് ഈസ് ഈക്വൽ ടു -8y എന്ന് പറഞ്ഞു. അപ്പൊ നോക്കുക, ഇവിടെ 4a എന്ന് പറയുന്നത് 8 ആയി, a എന്ന് പറഞ്ഞ ആരായി 2 ആയി അല്ലേ. അപ്പൊ നോക്കിയപ്പോൾ ഈ പരാബോളയുടെ അത് ഇപ്പം നമ്മൾ ഇവിടെ ഷിഫ്റ്റ് ചെയ്ത പരാബോളയുടെ അവിടുത്തെ ഫോക്കസ് നോക്കുമ്പോൾ അയാൾ ഇത് ഫോർമുല, അത് 0, -a ഫോർമുല ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കത് ഡൗൺവേർഡ് അല്ലേ. ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ അയാൾ ഡൗൺവേർഡ് ആണ്. ഈ കേസിൽ വെർട്ടെക്സ് ഒറിജിൻ ആണെന്നുള്ള രീതിയിൽ വരും. അങ്ങനെ വരുമ്പോൾ 0, -aയിലാണ്. അപ്പോൾ നമ്മൾ അവിടെ എഴുതി വെച്ചു അതാരായിരുന്നു, അത് 0, -2 ആണ്. പക്ഷേ നമ്മൾ ഇങ്ങനെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ആരെയാ, ഇവിടെയുള്ള ക്യാപിറ്റൽ X ആയിട്ട് നമ്മൾ എടുത്തത് സ്മോൾ x
-2നെയാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ശരിക്കും നമുക്ക് ക്യാപിറ്റൽ എക്സ് ക്യാപിറ്റൽ വൈ ആയിട്ടാണ് കിട്ടുക. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും ഫൈനലി എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഈ ആളെ കൊണ്ടുപോയിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്ത്? ക്യാപിറ്റൽ എക്സ് ആയിട്ട് 0 കൊടുക്കണം എന്ന് പറയുമ്പോൾ അത് x-2 ആണ്. ഞാൻ എന്താ ചെയ്തത്? എനിക്ക് കിട്ടിയ ക്യാപിറ്റൽ എക്സും ക്യാപിറ്റൽ വൈയുമാണ് ഇതെങ്കിൽ ഇവിടെ കൊണ്ടുപോയിട്ട് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് റെസ്പെക്റ്റീവ് സ്മോൾ എക്സും സ്മോൾ വൈയും കിട്ടിയാൽ മാത്രമേ അതെൻ്റെ ഫോക്കസ് ആയിട്ട് മാറത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ അവിടെ കൊണ്ടുപോയിടുമ്പോൾ എന്ത് കിട്ടി? സ്മോൾ എക്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആരാ കിട്ടുന്നത്? അയാൾ 2 ആണ്. അപ്പോൾ അവിടെ ക്യാപിറ്റൽ വൈ തന്നെയാണ്. സ്മോൾ വൈ എങ്കിൽ എനിക്ക് അവിടെ സ്മോൾ വൈ എന്ന് പറയുന്നത് ആര് തന്നെയാണ്? ഇയാൾ തന്നെയായിരിക്കും. അതാരാ? -2 ആണ് എന്ന് പറഞ്ഞാൽ ശരിക്കും എൻ്റെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കണം? അത് ഇവിടുത്തെ എക്സും ഇവിടുത്തെ വൈയുമായിട്ട് എഴുതുന്ന 2 -2 എന്ന് പറയുന്ന ആളായിരിക്കണം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. നോക്കുക, നമ്മളിവിടെ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ വെർട്ടെക്സിനെ ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്മോൾ എക്സ് -2നെ ക്യാപിറ്റൽ എക്സ് ആയിട്ട് എടുത്തു. ഇവിടുത്തെ വൈനെ ക്യാപിറ്റൽ വൈ എന്ന് പറഞ്ഞു. ഇവിടെ y -0 ആയതുകൊണ്ടാണ് അങ്ങനെ എടുത്തത്. അങ്ങനെ എടുത്ത് നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങനെ ഒരു പുതിയ പരാബോള ഉണ്ടാക്കി അയാളുടെ ഫോക്കസ് എഴുതി. പക്ഷെ അതെല്ലാം ക്യാപിറ്റൽ എക്സിലും ക്യാപിറ്റൽ വൈയിലും ആയിരിക്കും. റെസ്പെക്റ്റീവ് നമ്മുടെ ആൻസറിലോട്ട് വരണമെങ്കിൽ ഫൈനലി ഈ കിട്ടിയിരിക്കുന്ന 0നെ ക്യാപിറ്റൽ എക്സ് ആയിട്ട് വിചാരിച്ചിട്ട് അവിടെ x-2 എന്ന് പറഞ്ഞാൽ സ്മോൾ എക്സ് -2 എന്നെടുക്കും. അതിന് റെസ്പെക്റ്റീവായിട്ട് സ്മോൾ എക്സ് ആരായിരുന്നു? 2 ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഇതിന് റെസ്പെക്റ്റീവായിട്ട് ശരിക്കും കിട്ടേണ്ട ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് 2 -2 എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആയിട്ട് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ വന്നത്. 34ാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സർക്കിൾ ടച്ചസ് എക്സ് ആക്സിസ് അറ്റ് 9,0 ഇഫ് ഇറ്റ് ഓൾസോ ടച്ചസ് എ സ്ട്രെയിറ്റ് ലൈൻ y = 14 ദ ഇക്വേഷൻ ഓഫ് സർക്കിൾ എന്നാണ് അല്ലേ. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു എക്സ് ആക്സിസ് എടുത്തു, then അവിടെ നമുക്ക് y ആക്സിസ് കൺസിഡർ ചെയ്യാം. എന്നിട്ട് പറയാം ഒരു സർക്കിൾ ഉണ്ട്, ആ സർക്കിൾ എക്സ് ആക്സിനെ ടച്ച് ചെയ്യുന്നുണ്ട് അല്ലേ, എക്സ് ആക്സിനെ ടച്ച് ചെയ്യുന്നുണ്ട്, ഒപ്പം y = 14 എന്ന് പറഞ്ഞ ലൈനെയും ടച്ച് ചെയ്യേണ്ടതാണ് അല്ലേ. അപ്പോൾ y = 14 എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും അയാൾ എക്സ് ആക്സിന് പാരലായിട്ട് പോകുന്ന ഒരാളായിരിക്കുമല്ലോ. അപ്പോൾ ഇതാണ് y = 14. ഇവിടെ ടച്ച് ചെയ്യുന്നത് ആരാ? 9,0 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ എൻഡ് എന്ന് പറയുന്നത് ആരായിരിക്കണം? അവിടുത്തെ എക്സ് ആരായിരിക്കും? 9 ആയിരിക്കും. y ആരായിരിക്കും? 14 ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ജോയിൻ ചെയ്താൽ എനിക്ക് കിട്ടുന്നത് ആരാ? അതിൻ്റെ ഡയാമീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ മിഡ് പോയിന്റ് ആയിരിക്കും എൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്. അവിടുത്തെ എക്സ് ആര് തന്നെയായിരിക്കും? 9 തന്നെയായിരിക്കും. y ആരാ? 14ഉം 0 കൂടെ കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതി അല്ലേ എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ 7 എന്നാണ് കിട്ടുക. അങ്ങനെ നോക്കിയപ്പോൾ സെൻറ്റർ ആരാണ്? അത് 9,7 എന്ന് കിട്ടി. ഇനി നോക്കിയാൽ റേഡിയസ് എത്രയായിരിക്കും? ഈ ഡിസ്റ്റൻസ് അല്ലേ റേഡിയസ് എന്ന് പറയുന്നത്, അതായിരിക്കും 7 ആയിരിക്കും അല്ലേ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇക്വേഷൻ ഓഫ് സർക്കിൾ ആരാ? x - 9² പ്ലസ് y - 7² ദാറ്റ് ഈസ് ഈക്വൽ ടു r² അല്ലേ എന്ന് പറഞ്ഞാൽ 7² എന്ന് വരും എന്ന് പറഞ്ഞാൽ നോക്കുക ഓപ്ഷൻ എയിൽ x - 9² പ്ലസ് y - 7² ദാറ്റ് ഈസ് ഈക്വൽ ടു 49 എന്നാണ് തന്നിരിക്കുന്നത്. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. 35ാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് ലെങ്ത് ഓഫ് മേജർ ആക്സിസും ലെങ്ത് ഓഫ് മൈനർ ആക്സിസും m and n എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരുടെ? എലിപ്സിന്റെ ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ദെൻ m² - n² 45 എന്ന് തന്നിട്ടുണ്ട്. എക്സെൻട്രിസിറ്റി ഓഫ് എലിപ്സ് √5/3 ആണ് തന്നിട്ടുണ്ട്. എങ്കിൽ ലെങ്ത് ഓഫ് മേജർ ആക്സിസ് എന്താണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കുക, ലെങ്ത് ഓഫ് മേജർ ആക്സിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്ന ആരാ? അത് 2a എന്നാണ് പഠിച്ചിരിക്കുന്നത്. അതാണ് ഇവിടെ m എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ എന്ന് പറഞ്ഞാൽ 2a ആണ് m. ഇനി നോക്കുക ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് ആരാണ്? അത് 2b ആണ് അല്ലേ. അപ്പോൾ നോക്കുക 2bനാണ് ഇവിടെ n എന്നും തന്നിരിക്കുന്നത്. ഇനി ആരാ പറഞ്ഞിരിക്കുന്നത്? m² - n² 45 ആണ് തന്നിട്ടുണ്ട്. ദെൻ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് √5/3 എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് എക്സെൻട്രിസിറ്റിക്ക് എയും ബിയും കണക്ട് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ഉണ്ടല്ലേ, അതാരാ? √1 - b²/a². എലിപ്സിന്റെ കേസിൽ 1 മൈനസും ഹൈപ്പർബോളയ്ക്ക് 1 പ്ലസും ആയിരുന്നു. അപ്പോൾ ഇവിടെ 1 - b²/a² ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് തന്നിട്ടുണ്ടല്ലേ. ഇയാളാണ് ആരെന്ന് പറഞ്ഞേക്കണേ? √5/3 എന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ നോക്കുക എക്സെൻട്രിസിറ്റി തന്നിട്ടുണ്ട്, അത് √5/3 ആയിരുന്നു. ഞാൻ ഫോർമുല കൊടുത്ത ആരായിരുന്നു? 1 - b²/a² ആയിരുന്നു. അപ്പോൾ രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്തേക്കുക. അപ്പോൾ ഇത് കിട്ടി, ഇവിടെ 5 എന്ന് കിട്ടി, ഇവിടെ നമുക്ക് /9 എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ റൂട്ട് പോയി കഴിഞ്ഞാൽ 1 - b²/a² എന്നാണ് കിട്ടുന്നത്. എന്ത് ചെയ്യുക? അവിടെ നിന്ന് b²/a² ലെഫ്റ്റിലോട്ട് കൊണ്ടുവന്നാൽ ഇയാൾ അങ്ങോട്ട് പോകും അല്ലേ. 1 - ആരായി? 5/9 എന്ന് കിട്ടും. അവിടെ നിന്ന് നമുക്ക് b²/a² എഴുതുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ആരാ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 - 5/9 എന്നാണ് എന്ന് പറഞ്ഞാൽ അവിടെ
4/9 എന്ന് കിട്ടി. അഥവാ 9b² is equal to 4a² അല്ലേ, 4a² എന്നാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് അല്ലേ. അത് അവിടെ ഇരിക്കട്ടെ. ഇനി അടുത്ത കണ്ടീഷൻ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതാരായിരുന്നു? അത് m² - n² ദാറ്റ് ഈസ് ഈക്വൽ ടു 45 എന്നാണ് അല്ലേ. ആരായിരുന്നു എം? എം എന്ന് പറഞ്ഞാൽ 2a ആയിരുന്നു. അപ്പൊ എന്ത് ചെയ്യണം? 2a സ്ക്വയർ ആണ് അവിടെ എം ആയിട്ട് വരുന്നത് അല്ലെ, എമ്മിന്റെ സ്ക്വയർ ആയിട്ട് വരുന്നത്. ദെൻ എന്നിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് 2b സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 45 എന്നാണ് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് അവിടെ 4a² - 4b² ദാറ്റ് ഈസ് ഈക്വൽ ടു 45 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നോക്കാം, നമ്മുടെ കയ്യിൽ വേറെ ഇക്വേഷൻ ഉണ്ടല്ലോ, ഇതേ ഇരിക്കുന്നു. ഇയാളെ നമുക്ക് ഇക്വേഷൻ 1 എന്ന് വിളിക്കുകയാണെങ്കിൽ 4a² എന്ന് പറഞ്ഞാൽ ആരാണ്? അത് 9b² ആണ്. അപ്പൊ ഇവിടെ 4a² പകരം അയാളെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് 9b² - 4b² എന്നായില്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 45. എന്താ ചെയ്തേ? 4a² എന്ന് പറയണത് 9b² ആയതുകൊണ്ട് ഇവിടെ 4a² പകരം ഞാൻ എന്ത് ചെയ്തു? 9b² എന്ന് കൊടുത്തു. അപ്പൊ 9b² എന്ന് 4b² കുറച്ചാൽ എനിക്ക് 5b² എന്നാണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 45 എന്ന് വന്നു. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? b² ഈസ് ഈക്വൽ ടു അവിടെ 9 എന്നാണ് കിട്ടുക. b² 9 ആണെങ്കിൽ b എന്ന് പറയുന്നത് 3 ആണ്. പക്ഷെ എനിക്ക് b അല്ല വേണ്ട അല്ലേ, കാരണം എന്താ? ലെങ്ത് ഓഫ് മേജർ ആക്സ് ആണ് എനിക്ക് വേണ്ടത്. അപ്പൊ ഞാൻ ഇവിടെ കൊണ്ടുപോയിട്ട് ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പൊ എന്ത് കിട്ടി? 9 ഇൻറ്റു 9 അല്ലേ, അവിടെ b² എന്ന് പറഞ്ഞാൽ 9 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4a² എന്ന് വന്നു. എന്ന് വന്നാൽ 81/4 ആണ് എനിക്ക് അവിടെ a² കിട്ടിയിരിക്കുന്നത്. a എന്ന് പറഞ്ഞാൽ റൂട്ട് എടുക്കുമ്പോൾ എനിക്ക് അവിടെ 9/2 എന്ന് കിട്ടും. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് മേജർ ആക്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതാരായിരുന്നു? അത് 2a ആയിരുന്നു. അതുകൊണ്ട് 2 കൂടെ കൊണ്ടുവന്നാൽ 2a is equal to 9 എന്ന് കിട്ടും. അപ്പൊ നോക്കുക, ലെങ്ത് ഓഫ് മേജർ ആക്സ് 2a ആണെന്ന് അറിയാമായിരുന്നു. അപ്പൊ 9 എന്ന് കിട്ടി. ഓപ്ഷൻ ഇ ആണ് ഈ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ. 36ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ വെർട്ടെക്സ് ഓഫ് പരാബോള കണ്ടുപിടിക്കണം അല്ലെ. അതിനുവേണ്ടി തന്നിരിക്കുന്നത് എന്താ? 4y ദാറ്റ് ഈസ് ഈക്വൽ ടു x² - 6x + 17 എന്നായിരുന്നു. അവിടെ 4y ദാറ്റ് ഈസ് ഈക്വൽ ടു x² - 6x. ഇനി നോക്കുക, ഇവിടെ നമുക്ക് ഡയറക്റ്റ് അവിടെ പെർഫെക്റ്റ് സ്ക്വയർ അല്ല കിട്ടുന്നത് അല്ലേ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? റൈറ്റ് സൈഡിൽ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ x² കോയിഫിഷ്യന്റ് 1 ആണെന്ന് നോക്കി. അങ്ങനെയാണ്. ദെൻ എക്സിന്റെ കോയിഫിഷ്യന്റ് എടുക്കണം, അയാളുടെ പകുതി എടുക്കണം. എന്ന് പറഞ്ഞാൽ അയാളുടെ പോസിറ്റീവ് വാല്യൂന്റെ പകുതി എടുക്കണം. അപ്പൊ കോയിഫിഷ്യന്റ് ഓഫ് എക്സ് ആരാ? -6 ആണ്. അപ്പൊ അവിടെ നമുക്ക് 6 എടുക്കണം. അതിന്റെ പകുതി 3 ആണ്. 3ന്റെ സ്ക്വയർ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അത് നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ -9 എടുത്തു അല്ലെ. പിന്നെ ഇവിടെ ആരുണ്ടായിരുന്നു? +17 ഉണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോൾ എനിക്ക് 4y ദാറ്റ് ഈസ് ഈക്വൽ ടു ആദ്യത്തെ 3 പേര് ഇപ്പോ x - 3 ഹോൾ സ്ക്വയർ പോലെയായി. ദെൻ ഇവിടെ -9 +17 ആയിരുന്നു അല്ലേ. എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടി? +8 എന്നാണ് അവിടെ വരുന്നത്. ഇനി നോക്കുക, അവിടെ ഇരിക്കുന്ന 8നെ ലെഫ്റ്റിലോട്ട് കൊണ്ടുവന്നാൽ 4y - 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 4y - 8 ദാറ്റ് ഈസ് ഈക്വൽ ടു x - 3യുടെ സ്ക്വയർ എന്നാണ് വരിക. ഇവിടെ നിന്ന് 4 വെളിയിൽ എടുക്കുകയാണെങ്കിൽ 4 ടൈംസ് y -2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു x - 3യുടെ സ്ക്വയർ എന്നാണ് വന്നത്. എന്ന് പറഞ്ഞാൽ x - 3 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ടൈംസ് y - 2 എന്ന് വന്നു. അപ്പൊ ഇയാളെ നോക്കുകയാണെങ്കിൽ ഇയാൾ നമ്മുടെ x - h ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 4a ഇൻറ്റു y - k ഫോമിലാണ്. അങ്ങനെ വരുമ്പോഴാണ് അവിടെ h, k എന്ന് പറയുന്ന ആൾ നമ്മൾ വെർട്ടെക്സ് ആണ് എന്ന് പറയണം അല്ലേ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ കിട്ടിയിരിക്കുന്ന വെർട്ടെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായിരുന്നു? അത് 3,2 എന്നാണ് വന്നിരിക്കുന്നത്. നമുക്ക് എന്താണ് വെർട്ടെക്സ് കണ്ടുപിടിച്ചാൽ മതി, ഫോക്കസ് അല്ല. നമുക്ക് എന്താണ് വെർട്ടെക്സ് ഡയറക്റ്റ് കിട്ടും. അപ്പൊ 3,2 എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. 37ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് എക്സെൻട്രിസിറ്റി ഓഫ് ഹൈപ്പർബോള കണ്ടുപിടിക്കണം. അതിനുവേണ്ടി തന്നിരിക്കുന്നത് 2x - 6 ഹോൾ സ്ക്വയർ ബൈ 2 എന്നും -4y + 7 ഹോൾ സ്ക്വയർ ബൈ 16 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്നുമാണ് അല്ലേ. അപ്പോൾ നോക്കാം, നമുക്ക് x² / a² - y² / b² ഈക്വൽ ടു 1 അറിയാം. അല്ലെങ്കിൽ x - h ഹോൾ സ്ക്വയർ ബൈ a² -y - k ഹോൾ സ്ക്വയർ ബൈ b² ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഫോമിലും വരണം. എന്ന് പറഞ്ഞാൽ അവിടെ എക്സിന്റെ കോയിഫിഷ്യന്റ് എപ്പോഴും എന്തായിരിക്കണം? അവിടെ 1 ആയിരിക്കണം. അതുകൊണ്ട് ഇവിടെ നിന്നും 2 പുറത്തോട്ട് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തു? 2 ഓഫ് x - 3 എന്നെടുത്തു. അവിടെ മൊത്തത്തിൽ സ്ക്വയർ ഉണ്ടായിരുന്നു, അത് അങ്ങനെ തന്നെ എഴുതി /2 എന്നാണ് വന്നത്. ഇവിടെ നോക്കുക, അവിടെ ഞാൻ 4 എടുക്കും. അപ്പൊ നോക്കിയപ്പോൾ ഇവിടെ y എന്ന് വന്നു, പക്ഷെ ഇവിടെ എന്തായി? +7/4 എന്ന് വന്നു. ദെൻ മൊത്തത്തിൽ സ്ക്വയർ ഉണ്ടായിരുന്നു, അതിനങ്ങനെ തന്നെ നിർത്തി. all / 16 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ നോക്കുക, ഈ സ്ക്വയർ 2 ഉണ്ടായിരുന്നു, പുറത്തോട്ട് എടുക്കുമ്പോൾ ആരാം? അത് 2² എന്നായി. ദെൻ x - 3യുടെ സ്ക്വയർ എന്ന് വന്നു, /2 ഉണ്ട്. ആൻഡ് ഇവിടെ നോക്കുക, -4ന്റെ സ്ക്വയർ ഉണ്ട്. ദെൻ y + 7/4ന്റെ സ്ക്വയർ /16 എന്നാണ് വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു.
അങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ 2 സ്ക്വയറും 2 ഉണ്ട് അല്ലേ, ഒരു 2നെ നമുക്ക് കട്ട് ചെയ്ത് കളയാനായിട്ട് പറ്റി. ഇവിടെ നോക്കിയപ്പോൾ 4 സ്ക്വയർ ആരാ 16 ആണ് അല്ലേ, അപ്പോൾ 16 കട്ട് ചെയ്തപ്പോൾ എന്ത് വന്നു 1 എന്ന് വന്നു. അപ്പോൾ നോക്കാം പിന്നെ ഇവിടെ 2 ഇരിക്കുകയാണ്, ആ 2 അവിടെ ഉണ്ടാവാൻ പാടില്ല. ആ 2നെ എന്ത് ചെയ്യണം, താഴോട്ട് കൊണ്ടുപോകണം. താഴോട്ട് വരുമ്പോൾ എന്താ സംഭവിക്കണേ, അയാൾ x - 2 സ്ക്വയർ ഡിവൈഡ് ബൈ 1/2 എന്നാണ് വരും അല്ലേ. അവിടെ വന്നിട്ട് താഴെ ഡിവിഷൻ ആണ് ആകുന്നത്, 1/2 എന്ന് വന്നു. ഇവിടെ മൈനസ് y പ്ലസ് 7/4 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. അങ്ങനെ നോക്കിയപ്പോൾ എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ആരായിരുന്നു, √1 പ്ലസ് ഇവിടുത്തെ കേസിൽ ബി സ്ക്വയർ ബൈ എ സ്ക്വയർ, ഇവിടെ പ്ലസ് ആണ്, അവിടെ ഹൈപ്പർബോള ആയതുകൊണ്ട് 1 പ്ലസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ എന്നാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു √1 പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 1 ആയിരുന്നു, അഥവാ ബി സ്ക്വയർ 1 തന്നെയാണ് അല്ലേ, ഡിവൈഡ് ബൈ ഇതാണ് എ സ്ക്വയർ അല്ലേ, ആദ്യം വരുന്ന ഡിനോമിനേറ്ററിലുള്ള ആളാണ് എ സ്ക്വയർ എന്ന് പറയുന്നത്. അയാൾ ആരാണ്, അത് 1/2 ആണ് എന്ന് പറഞ്ഞാൽ √1 പ്ലസ് ഇവിടെ എന്തായിട്ട് വന്നു 2 എന്ന് അല്ലേ, ഈ 2 ന്യൂമറേറ്ററിലോട്ട് വന്നപ്പോൾ 1 + 2 എന്ന് കിട്ടി, അഥവാ √3 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ നോക്കുക ഈ ക്വസ്റ്റിൻ്റെ അകത്ത് എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ അത് √3 ആണ്, ഓപ്ഷൻ സി ആണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്തത് ആദ്യം ഇയാളെ x - h² ബൈ a സ്ക്വയർ മൈനസ് y മൈനസ് k സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ y - k ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ബി സ്ക്വയർ എന്ന് വരുത്തി, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഈ ഫോമിൽ വരുമ്പോൾ താഴെ വരുന്ന എ സ്ക്വയറും ബി സ്ക്വയർ എടുത്തിട്ടല്ലേ നമ്മൾ എക്സെൻട്രിസിറ്റി ഫോം ചെയ്യണേ. ആദ്യത്തെ ആൾ എ സ്ക്വയറും രണ്ടാമത്തെ ആൾ എപ്പോഴും ബി സ്ക്വയർ എന്ന് തന്നെയാണ് ഹൈപ്പർബോളയ്ക്ക് എടുക്കുന്നത്. അതുകൊണ്ടാണ് ബി സ്ക്വയർ 1ഉം എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/2 ആയത്. 1 ഡിവൈഡ് ബൈ 1/2 ആണ്, 2 ആയിട്ട് വന്നത്, 1 + 2 3 ആയി. അതുകൊണ്ടാണ് √3യുടെ എക്സെൻട്രിസിറ്റി ആയിട്ട് കിട്ടിയത്. 38ാമത്തെ ക്വസ്റ്റ്യൻ, ഇവിടെ നമുക്ക് വെക്ടർ a + ബിയും വെക്ടർ a - ബിയും തന്നിട്ടുണ്ട്. അത് രണ്ടിൻ്റെ അകത്തും ലാംഡ ഉണ്ട് അല്ലേ, ഒരു വേരിയബിൾ ലാംഡ ഉണ്ട്. ദെൻ a + ബി പെർപെൻഡിക്കുലർ ടു a - ബി എന്ന് തന്നിട്ടുണ്ട്. ദെൻ വാട്ട് ഈസ് മോഡ് ഓഫ് a എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ a + ബി a - ബി പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എന്തായിരിക്കണം, അത് 0 ആയിരിക്കണം അല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ a + ബി ഡോട്ട് അല്ലേ, a + ബി ഡോട്ട് വെക്ടർ a - ബി എന്ന് പറയുന്നത് ആരായിരിക്കണം, അത് 0 ആയിരിക്കണം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് വന്നു. അപ്പോൾ നോക്കുക അവിടെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാനായിട്ട് എന്താ ചെയ്യുക, നമ്മൾ അവിടെ റെസ്പെക്റ്റീവ് കമ്പോണൻസ് പ്രോഡക്റ്റ് കാണും അല്ലേ. എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ലാംഡ എന്ന് പറഞ്ഞു, പ്ലസ് ഇവിടെ 16 × 8 അല്ലേ, 16 × 8 എന്നാണ് വന്നിരിക്കുന്നത്. ദെൻ -18 അവിടെ എന്താണ് ലാംഡയാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ ഇത് 2 ലാംഡ മൈനസ് 18 ലാംഡ എന്നാണ് വരുന്നത്. അപ്പോൾ നോക്കുക അവിടെ പ്ലസ് 16 × 8 ഉണ്ടായിരുന്നു, അയാൾ അങ്ങോട്ട് കൊണ്ടുപോയാൽ -16 × 8 എന്ന് എഴുതാനായിട്ട് പറ്റി. ഇവിടെ 2 ലാംഡ മൈനസ് 18 ലാംഡ എന്ന് പറഞ്ഞാൽ -16 ലാംഡ എന്നാണ് കിട്ടുക. ദാറ്റ് ഈസ് ഈക്വൽ ടു -16 × 8 എന്ന് വന്നു. രണ്ട് സൈഡിൽ നിന്നും 16 -16 കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ ലാംഡ ഈസ് ഈക്വൽ ടു 8 എന്നാണ് ഇപ്പോൾ കിട്ടുന്നത് അല്ലേ. നോക്കാം നമുക്കിവിടെ ലാംഡ 8 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ അവിടെ a + ബി വെക്ടർ എഴുതുമ്പോൾ എന്ന് പറഞ്ഞാൽ അയാൾ ആരായിട്ട് മാറി, അയാൾ 8i പ്ലസ് 16j മൈനസ് 18k എന്നായിട്ട് മാറി. അവിടെ പോയിട്ട് a - ബി എന്ന് പറഞ്ഞ വെക്ടർ എഴുതുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 2i പ്ലസ് 8j, പിന്നെ ഉണ്ടായിരുന്ന ലാംഡയ്ക്ക് വരെ എന്ത് ചെയ്യുക 8 എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് അവിടെ 8k എന്ന് കിട്ടി അല്ലേ. നമുക്ക് വേണ്ടത് ആരാ, മോഡ് a ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വെക്ടർ a കിട്ടും അല്ലേ, വെക്ടർ ബി ക്യാൻസൽ ആയിട്ട് പോകും. എന്ന് പറഞ്ഞാൽ ഇത് തമ്മിൽ ആഡ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് 2 ടൈംസ് a എന്ന് കിട്ടി അല്ലേ. ഇവിടെ ആഡ് ചെയ്യുമ്പോഴോ നമുക്ക് അവിടെ 10i എന്ന് വന്നു. ദെൻ പ്ലസ് 24j എന്നാണ് വന്നിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ നോക്കുമ്പോൾ -10k എന്നുമാണ് കിട്ടിയത്. എങ്കിൽ ആരാണ് വെക്ടർ എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ പകുതി എടുത്താൽ പോരെ. എന്ന് പറഞ്ഞാൽ 5i പ്ലസ് 12j ദെൻ -5k എന്നാണ് കിട്ടുന്നത് അല്ലേ. ഇനി അയാളുടെ മോഡൽസ് എടുക്കുമ്പോൾ മോഡ് ഓഫ് a എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു √ ആര് വേണം, 5² വേണം, 12² വേണം, ദെൻ -5² വേണം അല്ലേ. എന്ന് പറഞ്ഞാൽ ആരായി 25 ഉണ്ട്, പ്ലസ് 12² എന്ന് പറഞ്ഞാൽ 144 ഉണ്ട്, ദെൻ -5² എന്ന് പറഞ്ഞാലും പ്ലസ് 25 ആണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ 50 + 144 അല്ലേ. എന്ന് പറഞ്ഞാൽ 194 എന്ന് കിട്ടും. സോ √194 എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഇ ആണ് ഈ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ. 39ാമത്തെ ക്വസ്റ്റ്യൻ, ഇവിടെ നമുക്ക് വെക്ടർ എയുടെ മോഡുലസ് തന്നിട്ടുണ്ട്, 12 ആണ് എന്ന് തന്നിട്ടുണ്ട്. അതിനുശേഷം പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ ഓൺ വെക്ടർ ബി 6√3 എന്ന് തന്നിട്ടുണ്ട്. ദെൻ ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ എ ആൻഡ് വെക്ടർ ബി എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നോക്കുക പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ ഓൺ വെക്ടർ ബി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, അത് a.b ഡിവൈഡഡ് ബൈ മോഡ് ബി അല്ലേ. വെക്ടർ a.b ദെൻ ഡിവൈഡ് ബൈ മോഡ് ബി എന്നാണ് പഠിച്ചിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 6√3 എന്നാണ് തന്നിരിക്കുക. അപ്പോൾ നോക്കുക ഇവിടെ a.b എന്ന് പറഞ്ഞാൽ ആരായിരുന്നു, അത്
ദെൻ മോഡ് ബി ദെൻ കോസ് തീറ്റ ആണല്ലേ, കോസ് തീറ്റ എന്ന് എഴുതി ഡിവൈഡ് ബൈ മോഡ് ബി എന്ന് എഴുതി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ആരാണ്, ദാറ്റ് ഈസ് 6√3 ആണ്. അങ്ങനെ നോക്കിയപ്പോൾ മോഡുലസ് ഓഫ് എ നമുക്ക് ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും കട്ട് ചെയ്ത് കളയാനായിട്ട് പറ്റി. ന്യൂമറേറ്ററിൽ ഇവിടെ മോഡുലസ് ഓഫ് എ ഉണ്ട്, അത് 12 ആണ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്ത് കിട്ടി, 12 കോസ് തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു അവിടെ നമുക്ക് 6√3 എന്ന് എഴുതാനായിട്ട് പറ്റി. അങ്ങനെ നോക്കിയപ്പോൾ കോസ് തീറ്റ എന്ന് പറയുന്നത് ആരായിരുന്നു, അത് 6√3 ഡിവൈഡ് ബൈ 12 ആണല്ലേ. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ √3/2 എന്ന് കിട്ടും. നമ്മളവിടെ 6 ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. സോ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു √3/2 എന്ന് കിട്ടുമ്പോൾ തീറ്റ എന്ന് പറയുന്നത് 30 ഡിഗ്രി അഥവാ π/6 റേഡിയൻ എന്നാണ് കിട്ടുക. അങ്ങനെ നോക്കിയപ്പോൾ ഓപ്ഷൻ ബി ആണ് ഈ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ. 40ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് വെക്ടർ എ തന്നിട്ടുണ്ട്, അതിനുശേഷം വെക്ടർ ബി ഈസ് പാരലൽ ടു വെക്ടർ എ എന്നാണ് തന്നിരിക്കുക. അതിനോടൊപ്പം എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ 49/2 എന്ന് തന്നിട്ടുണ്ട്. എങ്കിൽ മോഡുലസ് ഓഫ് ബി എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കുക, വെക്ടർ ബി ഈസ് പാരലൽ ടു വെക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വെക്ടർ ബി ഈസ് ഈക്വൽ ടു ലാംഡ ടൈംസ് വെക്ടർ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലാംഡ ടൈംസ് 6i പ്ലസ് 2j പ്ലസ് 3k എന്നാണ് കിട്ടുക. നമുക്ക് ലാംഡ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6 ലാംഡ i എന്ന് വന്നു, പ്ലസ് അവിടെ നമുക്ക് 2 ലാംഡ j എന്ന് കിട്ടും, പ്ലസ് അവിടെ നമുക്ക് 3 ലാംഡ k എന്നാണ് കിട്ടുക. അപ്പോൾ നോക്കുക, ഇതാണ് എൻ്റെ വെക്ടർ ബി എന്ന് പറയുന്നത്. അതിനുശേഷം എന്താ പറഞ്ഞിരിക്കുന്നത്, എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ 49/2 എന്താണ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, വെക്ടർ എയും വെക്ടർ ബിയും കൂടെ അവിടെ ഡോട്ട് പ്രോഡക്റ്റ് കാണണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, റെസ്പെക്റ്റീവ് കമ്പോണൻസ് നമ്മൾ പ്രോഡക്റ്റ് കണ്ടിട്ട് സം ചെയ്യും അല്ലേ. എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കുക, എ ഡോട്ട് ബി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 49/2 ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് റെസ്പെക്റ്റീവ് കമ്പോണൻസ് പ്രൊഡക്റ്റ് കാണുമ്പോൾ 6 ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 36 ലാംഡ എന്ന് കിട്ടി. പ്ലസ് അടുത്ത് നോക്കുക, അവിടെ 2 ആണ്, ഇവിടെ വരുമ്പോൾ ആരാ 2 ലാംഡ ആണല്ലേ. സോ 2 × 2 ലാംഡ എന്തായി, അത് നമുക്ക് 4 ലാംഡ എന്നാണ് കിട്ടുക. ദെൻ ഇവിടെ 3 ആയിരുന്നു, ഇവിടെ 3 ലാംഡ ആണ് അല്ലേ. എന്ത് കിട്ടി, പ്രൊഡക്റ്റ് കാണുമ്പോൾ 9 ലാംഡ എന്ന് കിട്ടി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 49/2 എന്നാണ് വരിക. അപ്പോൾ ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് 49 ലാംഡ എന്നാണ് കിട്ടുക. സോ 49 ലാംഡ ഈസ് ഈക്വൽ ടു 49/2 എന്ന് കിട്ടുമ്പോൾ സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി, അവിടെ 49 കട്ട് ചെയ്താൽ ലാംഡ ഈസ് ഈക്വൽ ടു 1/2 എന്നാണ് നമുക്ക് കിട്ടുക. അങ്ങനെ നോക്കിയപ്പോൾ നമുക്ക് പറയാം വെക്ടർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു അവിടെ 1/2 ടൈംസ് അല്ലേ. ഇവിടെ ലാംഡയ്ക്ക് നമ്മൾ 1/2 എന്ന് കൊടുക്കുകയാണ്. 1/2 ഇൻറ്റു അവിടെ നമുക്ക് 6i പ്ലസ് 2j പ്ലസ് എന്ത് കിട്ടി, അവിടെ നമുക്ക് 3k എന്ന് എഴുതാനായിട്ട് പറ്റി. നമുക്ക് ഇയാളുടെ മോഡ് എഴുതണം അല്ലേ. നമ്മൾ എഴുതുമ്പോൾ മോഡുലസ് ഓഫ് വെക്ടർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക, നമുക്ക് അവിടെ 1/2 പുറത്തുണ്ട്. ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം, 1/2 നമുക്ക് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മോഡുലസ് എടുക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതിയാ, 1/2 മാറ്റി നിർത്തിയിട്ട് മറ്റേ മോഡുലസ് എടുത്തിട്ട് പ്രോഡക്റ്റ് കണ്ടാൽ മതിയായിരിക്കും. എന്ന് പറഞ്ഞാൽ 1/2 അവിടെ മാറ്റി നിർത്തി. ദെൻ റൂട്ട് ഓഫ് ആര് വേണം, അവിടെ മോഡ് എടുക്കുമ്പോൾ 6ന്റെ സ്ക്വയർ അല്ലേ 36 എന്ന് വേണം. പ്ലസ് നമുക്ക് അവിടെ ആരുണ്ട്, 2 ഉണ്ടായിരുന്നു, 2ന്റെ സ്ക്വയർ വേണം, അതാരായിരുന്നു 4 ആയിരുന്നു. പ്ലസ് അവിടെ എന്തുണ്ട്, 3 ഉണ്ട്, 3യുടെ സ്ക്വയർ വേണം, അതാരായിരുന്നു 9 ആയിരുന്നു അല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ടൈംസ് അല്ലേ. 1/2 ടൈംസ് സ്ക്വയർ റൂട്ട് ഓഫ് ആര് കിട്ടി, 49 എന്ന് വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 7/2 എന്നാണ് കിട്ടുക. എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഇ ആണ് ഈ ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഈ ക്വസ്റ്റിനോട് കൂടി ഞാൻ പാർട്ട് 1 അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ പാർട്ട് 1 നമ്മൾ 1 മുതൽ 40 വരെയുള്ള ക്വസ്റ്റ്യൻസിന്റെ സൊല്യൂഷൻസ് ആണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ബാക്കി നമുക്കിനി 41 തൊട്ട് 75 വരെയുള്ള ക്വസ്റ്റ്യൻസിന്റെ സൊല്യൂഷൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് അടുത്ത പാർട്ടായിട്ട് വീഡിയോ ഇടാം.